പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തത നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശക. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മള് അവസാനത്തെ ചാപ്റ്ററാണ്, അതായത് വാസ്തുദോഷ പരിഹാരങ്ങൾ. അതിൽ മിക്കവാറും തീരാറായി. അപ്പം അതിൽ കുറച്ച് ഈ ഗേറ്റിൻ്റെ കറക്ഷനൊക്കെ ഓരോ സ്ഥലത്തും പിരമിഡൽ ആർച്ച് എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ. ആ പിരമിഡൽ ആർച്ചിൻ്റെ ആകൃതി ഓരോ സ്ഥലത്തും ഇപ്പം തെക്ക് കിഴക്കാണ്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ഒക്കെ വരികയാണെങ്കിൽ ആ പിരമിഡൽ ആർച്ചിൻ്റെ പിരമിഡിൻ്റെ ആകൃതി സർക്കുലാർ പിരമിഡാണോ, ട്രയാങ്കുലർ ഷേപ്പിലുള്ള പിരമിഡാണോ, സ്ക്വയർ ഷേപ്പ് പിരമിഡാണോ, ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അത് എത്ര പിരമിഡ് വേണം ഓരോ ഭാഗത്തും, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തതാണ്. പക്ഷെ അത് കൂടുതൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെങ്ഷുയി ഇൻ്റഗ്രേറ്റഡ് വാസ്തുവിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാവണം. അപ്പോൾ നമുക്കത് ക്ലാസ് എടുത്തതാണ്, ഫെങ്ഷുയി ഇൻ്റഗ്രേറ്റഡ് വാസ്തു ക്ലാസ് എടുത്തതാണ്. അപ്പോൾ അതിൽ ആ ഭാഗങ്ങൾ നമുക്ക് ഉത്തമം, മധ്യമ, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഒന്ന് പറയാം. ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരവും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് വാസ്തു, ഫെങ്ഷുയി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് വാസ്തു, സംയോജിത വാസ്തുശാസ്ത്ര പ്രകാരവും ഈ രണ്ടിലും നല്ലതായിട്ടുള്ള ഭാഗങ്ങൾ വരും. ഈ രണ്ട് ശാസ്ത്രപ്രകാരവും നല്ലതായിട്ടുള്ള സ്ഥലങ്ങൾ അത് ഉത്തമമായിട്ടാണ് ഇൻ്റഗ്രേറ്റഡ് വാസ്തുവിൽ എടുത്തേക്കുന്നത്. അതായത് ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരവും ഫെങ്ഷുയി പ്രകാരവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഇൻ്റഗ്രേറ്റഡ് വാസ്തുവിൽ ഉത്തമമാണ്. ഈ ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥാനങ്ങൾ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം നല്ലതാണ്, ഫെങ്ഷുയി പ്രകാരം മോശമാണെന്ന്. ഇതിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ നല്ലതാണ്, മറ്റതിൽ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മധ്യമമായിട്ട് വരും. രണ്ടിനും മോശം എന്ന് പറഞ്ഞ സ്ഥാനങ്ങളുണ്ട്, അത് അധമമായിട്ട് വരും. അങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തത്. അപ്പോൾ അത് കാണിച്ചു. അത് പക്ഷേ നമുക്ക് കൂടുതൽ കറക്റ്റും അതിപ്പോൾ അതിൻ്റെ റിസൾട്ട് തന്നിട്ടുണ്ട്. ഓരോന്നും ഏതൊക്കെ സ്ഥലത്തും ഉത്തമമാണ്, ഏതൊക്കെ സ്ഥലത്ത് മധ്യമമാണ്, ഏതൊക്കെ സ്ഥലത്ത് അധമമാണെന്നുള്ളതൊക്കെ ഇന്നലെ ടേബിൾ പോലെ തന്നു. അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റഗ്രേറ്റഡ് വാസ്തുവിൻ്റെ പോയിടും. അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ ക്ലാസ്സിൽ ഇവിടെ എടുത്തതാണ്. കാരണം ഇതിൻ്റെ സിലബസിനകത്ത് ഫെങ്ഷുയി വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് വാസ്തുവിൻ്റെ എഴുതുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സൂടെ കഴിഞ്ഞ് നമുക്ക് കഴിയുന്നതും നമുക്ക് സിലബസ് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞ റിവിഷൻ വരുന്ന ഭാഗത്ത് നമുക്ക് അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്കത് 2 ക്ലാസ്സെങ്കിലും നമുക്ക് റിവിഷൻ വേണ്ടി വരും. ഇന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു അത് തീർന്നു എന്ന് പറയാൻ ഇന്നലെ പറഞ്ഞപ്പോൾ. ഇത് കഴിഞ്ഞ് സാധാരണ 2 ക്ലാസ്സെങ്കിലും റിവിഷൻ വരാറുണ്ട്. കണക്കുകളൊക്കെ ഒന്ന് എടുക്കും. അപ്പോൾ ആ കണക്കുകൾ എടുക്കുന്നതിൻ്റെ കൂടെ ഈ ഗേറ്റിന്റെ ആ പൊസിഷൻ കൂടെ ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് നോക്കാം. കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അത് ഒന്നുകൂടെ അത് വരാം. അപ്പൊ നമ്മൾ ഇനി അടുത്ത പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ ശരിയാണെങ്കിൽ പിന്നെ ഇത് പിന്നെ ഷെയർ ചെയ്യാം. തള്ളി നിൽക്കുന്ന മൂലകൾ, പ്രൊജക്റ്റിംഗ് കോർണേഴ്സ്, അതെല്ലാവർക്കും വായിക്കാമല്ലോ. എഴുതിയേക്കുന്നത് സ്ക്രീനിൽ എഴുതിയേക്കുന്നത് എല്ലാവർക്കും കാണാമോ? കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ആദ്യത്തെ 2 നമ്മൾ എടുത്തു.
ഈ തള്ളി നിൽക്കുന്ന മൂലകളെങ്കിൽ പ്രൊജക്റ്റിംഗ് കോർണേഴ്സ് ആണ് എടുക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. സ്റ്റാർട്ട് ഫ്രം ഇന്നലെ അത് രണ്ടാമത്തെ വരെ നമ്മൾ കഴിഞ്ഞു. ഇപ്പം നോർത്ത് ഈസ്റ്റ് കോർണറിൽ നോർത്ത് ഈസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിന്നാൽ ദോഷമില്ല എന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് പ്രൊജക്ഷൻ ഈസ് ഓക്കെ. അതാണ് നോർത്ത് ഈസ്റ്റിൽ ടിക്ക് ചെയ്തിരിക്കുന്നത്. മറ്റു മൂലകൾ, അതായത് സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, ഈ മൂന്ന് മൂലകളും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലതല്ല. അതാണ് മറ്റു മൂലകൾ ദോഷമാണ്. അപ്പം മൂലകൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, മൂലകൾ തള്ളി നിൽക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് തള്ളി നിൽക്കുന്നത് മാത്രമേ ഓക്കെ ആയിട്ടുള്ളൂ. അത് ദോഷമായിട്ട് പറയുന്നില്ല. അതേസമയം മറ്റു മൂന്ന് മൂലകളും അവിടെ വെളിയിലോട്ട് തള്ളുണ്ടെങ്കിൽ, പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ അത് ദോഷമാണ്. ഈ പടം ഒന്ന് വരച്ചോളുക. ഇവിടെ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂല വെളിയിലേക്ക് തള്ളി നിൽക്കുകയാണ്. നോക്കാം, വെളിയിലോട്ട് ഒരു തള്ളൽ പ്രൊജക്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഇപ്പൊ ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, അതുപോലെ ഇവിടെ ഇത് നോർത്ത് വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കട്ടിങ്, ഈ നോർത്ത് ഈസ്റ്റ് മൂല ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നോർത്ത് ഈസ്റ്റ് മിസ്സിംഗ് കോർണർ ആണെന്ന് പറയാം. പക്ഷെ ഇതിൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ സൗത്ത് ഈസ്റ്റ് പ്രൊജക്ഷൻ ആണോ അതോ നോർത്ത് ഈസ്റ്റ് മിസ്സിംഗ് ആണോ നമ്മൾ കണ്ടുപിടിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല, ഇതിലേതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പൊ ഇതിൽ ഏതാണ് എന്ന് നമ്മൾ നോക്കണം. അപ്പൊ ഏതാണെന്ന് നോക്കിയിട്ട്, അപ്പൊ കാരണം ഇപ്പൊ നോർത്ത് ഈസ്റ്റ് കട്ടിങ് ആണെങ്കിലുള്ള പിന്നെ പരിഹാരമല്ല സൗത്ത് ഈസ്റ്റ് പ്രൊജക്ഷൻ ആണെങ്കിലുള്ള പരിഹാരം. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏതാണെന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ അതിനുള്ള മെത്തേഡ് മൂന്നിലൊന്ന് നോക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടെ നോക്കാം. സൗത്ത് വെസ്റ്റ് നോർത്ത്. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് മിസ്സിംഗ് കോർണർ ആണോ അതോ സൗത്ത് ഈസ്റ്റ് പ്രൊജക്ഷൻ ആണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഇപ്പൊ ഈ നീളം വെസ്റ്റിലുള്ള ആ ടോട്ടൽ, അല്ലെങ്കിൽ വീടിന്റെ ടോട്ടൽ നീളം 1500 ആണെന്നിരിക്കട്ടെ, 1500 സെന്റിമീറ്റർ എന്നിരിക്കട്ടെ. ആ പ്രൊജക്ഷന്റെ അളവ് മുകളിൽ ആരോ കാണിച്ചിട്ടുണ്ട്. പ്രൊജക്ഷന്റെ ആ അളവ് 300 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. അപ്പൊ 1500ന്റെ 1/3 കുറവാണ് 300. 1500ന്റെ 1/3 500 500-നേക്കാൾ കുറവാണ് 300. അപ്പൊ ഈ പ്രൊജക്ഷന്റെ അളവ് ടോട്ടൽ അളവിന്റെ 1/3 കുറവാണ്. അപ്പൊ 1/3 കുറവാണെങ്കിൽ ആ വീടിന്റെ ഈ പ്രൊജക്ഷന്റെ വീതി 1/3 കുറവാണെങ്കിൽ ഇങ്ങനെ ഈ ഡോട്ടഡ് ലൈൻ അത് ഇങ്ങനെ ഇതായിരിക്കും വീടായിട്ട് എടുക്കുന്നത്. വീട് ഇങ്ങനെ ആ വീടിന്റെ ഈ ഭാഗം ആ ഡോട്ടഡ് ലൈനിൽ കൂടെ കടന്നു പോകും. അപ്പൊ ഇത് വെളിയിലോട്ട് പ്രൊജക്ഷൻ ആയിട്ട്. അപ്പൊ ഇവിടെ മിസ്സിംഗ് കോർണർ ഇല്ല. കറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെയാണ് വീട് പോകുന്നത്. അപ്പൊ ഇവിടെ മിസ്സിംഗ് കോർണർ വരുന്നില്ല, ഇവിടെ പ്രൊജക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇത് 1/3 കുറവാണെങ്കിൽ ആ ഭാഗം പ്രൊജക്ഷൻ ആയിട്ടാണ്. അപ്പൊ സൗത്ത് ഈസ്റ്റ് പ്രൊജക്ഷന്റെ കറക്ഷൻ വേണം ഇവിടെ ചെയ്യാനുള്ളത്. ആണ് തള്ളി നിൽക്കുന്ന മൂല, സൗത്ത് ഈസ്റ്റ് കോർണർ പ്രൊജക്ഷൻ ആണ് ഇവിടെ. അപ്പൊ അതിനുള്ള പരിഹാരം ചെയ്യണം. ഇത് ആ തള്ളി നിൽക്കുന്ന സൗത്ത് ഈസ്റ്റ് കോർണർ പ്രൊജക്ഷൻ ആണ്. തള്ളി നിൽക്കുന്ന മൂലയ്ക്ക് പരിഹാരങ്ങൾ, ഇതിപ്പോ ഇവിടെ തള്ളി നിൽക്കുന്ന മൂലയാണ്, സൗത്ത് ഈസ്റ്റ് തള്ളി നിൽക്കുകയാണ്, പ്രൊജക്ഷനാണ്. അപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ പിന്നെ ഏറ്റവും ഒരു പരിഹാരം സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക. ആ തള്ളി നിൽക്കുന്ന ഭാഗത്ത് 4 മൂലയ്ക്ക് 4 നടുക്കൊന്നുമായിട്ട് 5 സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക. ഒന്ന് നിർമ്മിതിയിലൂടെ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഈ മൂലയ്ക്ക് സപ്പോസ് ഇവിടെ കംപ്ലീറ്റ് വന്നിരിക്കട്ടെ, ഈ മിസ്സിംഗ് ആയിട്ട് പോലെ കാണുന്നത് മിസ്സിംഗ് അല്ലത് പ്രൊജക്ഷനാണ്. ആ പ്രൊജക്ഷൻ ഒഴിച്ച് മറ്റുള്ള ഭാഗം നമ്മളങ്ങ് പൂർണ്ണമാക്കിയിരിക്കട്ടെ. അപ്പൊ ഇവിടെ ഒന്നുകിൽ ഇവിടെ ഒരു റൂം പോലെ 1-2 റൂം കെട്ടിയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് മൂലയല്ല ഒരു തൂണ് കൊടുത്തിട്ട് 2 ബീം ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് നിർമ്മിതിയിൽ കൂടിയുള്ള കംപ്ലീഷനാണ്. അത് 100% കറക്റ്റ് ആണ്. പക്ഷെ ഈ ടോട്ടൽ ചുറ്റളവൊക്കെ ഉത്തമമാണോ എന്നൊക്കെ നോക്കി വേണം എടുക്കാൻ. ഇവിടെ ഇങ്ങനെ ഒരു തൂണ്, ആ നീല നിറത്തിൽ തൂണാണ്. അവിടുന്ന് ഇത് ആ ചുവന്ന നിറത്തിൽ കാണുന്ന ബീമാണ് ഡോട്ടഡ് ലൈൻ. അപ്പൊ ഇങ്ങനെ ഒരു തൂണ് കറക്റ്റ് മൂലയിൽ തൂണ് കൊടുത്തിട്ട് 2 ബീം കൊടുത്ത് ഈ മിസ്സിംഗ് കോർണറിന് ഈ മിസ്സിംഗ് ഇല്ലാതെ, ഇവിടെ മിസ്സിംഗ് കോർണർ അല്ല എന്നാലും അവിടെയും കൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ചുറ്റളവ് കുറച്ച് ഇത്രയും കൂടും. ആദ്യം ഇങ്ങനെ ഉള്ളൂ, ഇത് പ്രൊജക്ഷനാണ്. അപ്പൊ ഇപ്പൊ പ്രൊജക്ഷൻ ഇല്ല, ഇങ്ങനെ ചെയ്താൽ പ്രൊജക്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇത് നിർമ്മിതിയിലൂടെയുള്ള ഒരു കറക്ഷനാണ്.
തള്ളി നിൽക്കുന്ന മൂലയ്ക്ക് പരിഹാരങ്ങളായിട്ട് ഒന്നാമത്തത് നേരത്തെ ഞാൻ പറഞ്ഞു, നിർമ്മിതിയിൽ കൂടെയുള്ള പരിഹാരം. അതായത് ഒരു തൂണ്, ആ നീല നിറത്തിലുള്ള തൂണ്, 2 ബീം. അപ്പൊ ഇങ്ങനെ നമുക്കത് കറക്റ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ആ 300 കൂടെ അതിനകത്തോട്ട്, ആ ടോട്ടലിന്റെ അകത്തോട്ട് വരും. 2 എന്ന് പറയുന്നത് സീലിംഗ് കിറ്റ്. അപ്പൊ ഇത് വേണ്ട. ഈ പില്ലറും ഈ 2 ബീമും വേണ്ട. ഈ തള്ളി നിൽക്കുന്ന ഭാഗത്ത് 4 മൂലയിൽ നടുക്ക് സീലിംഗ് കിറ്റ് കൊടുക്കുക. അത് രണ്ടാമത്തെ സീലിംഗ് കിറ്റ്. അവിടെ സീലിംഗ് ഇൻറ്റു നിട്ടേക്കുന്നിടത്ത് സീലിംഗ് കിറ്റാണ്. 3, 4, 5 4 മൂലയിലും നടുക്കും 5 സീലിംഗ് കിറ്റ് ഇങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതും ഈ ദോഷത്തിന്, ഈ തള്ളി നിൽക്കുന്ന ദോഷത്തിന്. അപ്പൊ ഈ തൂണും ബീമും വേണ്ട, ഇങ്ങനെ സീലിംഗ് കിറ്റ് കൊടുക്കും. സീലിംഗ് കിറ്റ് ഏറ്റവും നല്ല പരിഹാരം ഏതെന്ന് ചോദിച്ചാൽ നിർമ്മിതിയിൽ കൂടിയാണ്. അതായത് ഇവിടെ ഒരു തൂണ് കൊടുത്തിട്ട് 2 ബീം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല പരിഹാരം. അത് കഴിഞ്ഞ് അതിനെന്തെങ്കിലും അസൗകര്യം ഉണ്ട്, അല്ലെങ്കിൽ ഈ തൂണ് കൊടുക്കുന്ന ഭാഗം നമ്മുടെ അടുത്ത വീടിന്റെ പുരയിടക്കിനോ എല്ലാം കയറി പോവാണ്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ ചിലപ്പോൾ സാധ്യമല്ലാതെ വരും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ സീലിംഗ് കിറ്റ് കൊടുത്ത് കറക്റ്റ് ചെയ്യാം. സീലിംഗ് കിറ്റ് 5 എണ്ണം വേണം. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇൻറ്റു മാർക്ക് വേണം 5 എണ്ണം. 5 സീലിംഗ് കിറ്റ് വേണം. ഈ 5 ഒരേ ഹൈറ്റിലായിരിക്കണം. ഇവിടെ അപ്പൊ ഇത് വരച്ചോളൂ. ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് തള്ളി നിൽക്കുന്ന മൂലയ്ക്ക് നിർമ്മിതിയിലൂടെ അല്ലെങ്കിൽ സീലിംഗ് കിറ്റ്, 2 സീലിംഗ് കിറ്റ് വെച്ചിട്ട് ഇത് കറക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്തത് ഇനി പുരയിടത്തിനാണ് തള്ളി നിൽക്കുന്ന വസ്തു, പുരയിടം അപൂർണമോ തള്ളി നിൽക്കുന്നതോ ആയ മൂല വെളിയിലാക്കി വാസമണ്ഡലം കെട്ടിത്തിരിക്കുക. അത് നമ്മള് പടമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ഭാഗം ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഇപ്പൊ ടോട്ടലിന്റെ 3 കൂടുതലാണ്. അപ്പൊ ഇത് പ്രൊജക്ഷൻ ആയിട്ട് വരും. അപ്പൊ ഇത് ശരിക്കും ഇത് മിസ്സിംഗ് ആയിട്ട് വരും. ഒന്നുകിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മതിൽ കെട്ടി വാസ്തുമണ്ഡലം ഇത് മാത്രമായിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ വാസുമണ്ഡലം കെട്ടിത്തിരിക്കുക. ഇതപ്പം ഇവിടെ പ്രൊജക്ഷൻ ഒന്നുമില്ല. ഈ ഭാഗത്ത് പ്രൊജക്ഷൻ ഒന്നും വരില്ല ഈ അകത്തെ ഭാഗത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ വീട് വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ വീട് വെക്കാനാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ആ സ്ഥലത്തിന്റെ അളവൊക്കെ എടുത്തിട്ട് ഉത്തമമായ നീളം, ഉത്തമമായ വീതി അതെല്ലാം കണ്ടുപിടിച്ച് അവിടെ ആ ഭാഗത്ത് വീട് വെക്കുക. ആവശ്യ സ്ഥലം ഉണ്ടെങ്കിൽ. ആവശ്യ സ്ഥലം ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യാൻ ഒക്കില്ല. അപ്പൊ ഇവിടെ ഒരു മതിൽ കെട്ടിത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കൺസ്ട്രക്ഷനിൽ കൂടി ചെയ്യാവുന്ന ഏറ്റവും നല്ല പരിഹാരം. ഈ മതിലിന് മണ്ണിനടിയിലേക്ക് മിനിമം 1 അടിയെങ്കിലും താഴ്ച ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് പിരമിഡ് സ്ഥാപിച്ചും ഇത് കറക്റ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് 2 പിരമിഡ് മിനിമം വേണം. ഈ 2 പിരമിഡ് തമ്മിലുള്ള അകലം 3 അടി അല്ല 3 മീറ്ററിൽ കൂടുതൽ, 300 സെന്റിമീറ്റർ കൂടുതലാണ് ഇടയ്ക്കും ആവശ്യത്തിന് പിരമിഡ്. കാരണം 2 പിരമിഡ് തമ്മിലുള്ള ദൂരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 3 മീറ്റർ അല്ലെങ്കിൽ 300 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല. ഇത് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എനർജി ഫ്ലോ വരത്തക്കോണം വേണം ആ പിരമിഡിന്റെ ഡയറക്ഷൻ വയ്ക്കാനായിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തള്ളി നിൽക്കുന്ന വശങ്ങൾ അടുത്തത്. മൂന്നാമത്തെ തള്ളി നിൽക്കുന്ന മൂലകളായിരുന്നു. അടുത്ത തള്ളി നിൽക്കുന്ന വശങ്ങൾ. ഏതെങ്കിലും ഒരു സൈഡ് വെളിയിലോട്ട് തള്ളി നിൽക്കുകയാണെങ്കിൽ ഇവിടെ തെക്കുവശം, തെക്കിന്റെ മധ്യം വെളിയോട് തള്ളി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെയും നമ്മൾ നോക്കേണ്ടത് ഈ മധ്യം തള്ളി നിൽക്കുകയാണോ അതോ 2 മൂലകൾ ഇല്ലാത്തതാണോ. ഇപ്പം ഇത് നോർത്തും ഇത് ഈസ്റ്റും, പിന്നെ ഇത് നോർത്ത് ഇത് ഈസ്റ്റ് ആണ്. ഈ നോർത്ത് ഈസ്റ്റ് മിസ്സിംഗ് വരാം, അതുപോലെ സൗത്ത് ഈസ്റ്റ് മിസ്സിംഗ് ആവും. ഈ 2 കോർണറും മിസ്സിംഗ് ആവും. അപ്പൊ അങ്ങനെ മിസ്സിംഗ് ആണോ അതോ ഇത് പ്രൊജക്ഷൻ ആണോ നോക്കണം. ഇത് 2 കൂടെ വരില്ല. ഇത് 1/3 കുറവാണെങ്കിൽ ഈ പ്രൊജക്ഷന്റെ സൈസ് ടോട്ടലിന്റെ 1/3 കുറവാണെങ്കിൽ ഇത് പ്രൊജക്ഷൻ ആയിട്ട് വരും. ഇത് 1/3 കൂടുതലാണെങ്കിൽ 2 മിസ്സിംഗ് ആയിട്ട് വരും. പ്രൊജക്ടിങ് സൈഡ് ഓർ 2 മിസ്സിംഗ് കോർണേഴ്സ് അത് ആദ്യം കണ്ടുപിടിക്കണം. കാരണം അത് 2നും കറക്ഷൻ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ വശങ്ങളാണ്. പ്രൊജക്ടിങ് സൈഡ് നമ്മൾ നേരത്തെ മിസ്സിംഗ് കോർണർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മിസ്സിംഗ് കോർണർ ആണ് ആ നേരത്തെ പറഞ്ഞ കറക്ഷൻ ചെയ്താൽ മതി. പ്രൊജക്ഷൻ ആണെങ്കിൽ ഇത് ഇവിടെ ഒന്നുകിൽ ഇത് പുരയിടമാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മതിൽ ഇവിടെ കൂടെ കെട്ടിയിട്ട് ഇതിനെ വെളിയിലാക്കുക. അപ്പൊ ഇത് മാത്രമാവും. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യാം. ഇതിപ്പം
ഇതിപ്പോ 1200 ഈ നീളം 300 1200 1/3 400. അപ്പോൾ 1/3 കുറവാണിത്. 1/3 കുറവാകുമ്പോൾ ഇത് പ്രൊജക്ഷനായിട്ട് വരും. അപ്പൊ നമ്മളിവിടെ ഈ വസ്തുവിന്റെ ശരിക്കുള്ള ഷേപ്പ് ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കെട്ട് കെട്ടണം, ഒരു മതിൽ പോലെ കെട്ടണം. കെട്ടിയിട്ട് ഈ ഒരു റെക്ടാംഗിൾ ആയിട്ട് കാണുന്ന സ്ഥലം ആ ഭാഗം വാസ്തു മണ്ഡലമായിട്ട് എടുത്തിട്ട് ചെയ്യാം, അതിനാവശ്യമുള്ള സ്ഥലം ഉണ്ടെങ്കിൽ. പ്രൊജക്ടിങ് സൈഡ് ഇതിവിടെ സൗത്ത് പ്രൊജക്ടിങ് ആണ്. സൗത്ത് സൈഡ് തെക്കിന്റെ മധ്യം പ്രൊജക്ട് ചെയ്യുകയാണ്. ഇത് ക്ലിയർ ആയിരിക്കുന്നു സാറേ. പ്രൊജക്ഷൻ വരുമ്പോ മതിൽ കെട്ടണം അല്ലേ? പ്രൊജക്ഷൻ വസ്തുവിനാണെങ്കിൽ തള്ളി നിൽക്കുന്ന വശങ്ങൾ വസ്തുവിന് നമ്മൾ എഴുതിയിട്ടുണ്ട്. വസ്തുവിനാണെങ്കിൽ, വീടിനല്ല, വസ്തുവിനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കെട്ടിയിട്ട് ഇത് മാറ്റാം. അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഇങ്ങനെ പിരമിഡ് കൊടുക്കാം. പക്ഷെ 300 സെന്റിമീറ്റർ കുറവാണെങ്കിൽ 2 പിരമിഡ് മതി. കൂടുതലാണെങ്കിൽ ആവശ്യത്തിന് പിരമിഡ് കൊടുത്ത് 2 പിരമിഡ് തമ്മിലുള്ള ദൂരം 3 മീറ്റർ കൂടാതിരിക്കാൻ നോക്കണം. ക്ലിയർ ആയല്ലോ? ഹലോ, സംശയം? ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ ചോദിക്കാം. അതിനകത്ത് വേറെ മടിക്കാൻ ആവശ്യമൊന്നുമില്ല. നമുക്ക് സംശയം ഉണ്ടെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയം എപ്പോഴും വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. അവസാനത്തേക്ക് നീക്കണം ഇല്ല. ചിലപ്പോൾ അവസാനത്തേക്ക് ചോദിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഓർത്തില്ല എന്ന് വരും. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോഴെപ്പോഴും ക്ലിയർ ചെയ്യാം. അതിനുള്ള പരിഹാരം, ഈ പ്രൊജക്ടിങ് സൈഡിലുള്ള പരിഹാരം, ഒന്ന് സീലിംഗ് കിറ്റ് വയ്ക്കാം. അത് സീലിംഗ് കിറ്റ് വയ്ക്കുന്ന വീടിനാണെങ്കിലും ഒക്കെ ഉള്ളൂ. വസ്തുവിനാണെങ്കിൽ സീലിംഗ് കിറ്റ് വയ്ക്കാൻ നോക്കില്ല. കാരണം വെളിയിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമല്ലേ, അപ്പോൾ അവിടെ എവിടെ സീലിംഗ് കിറ്റ് വയ്ക്കും. അപ്പൊ അങ്ങനെ. പക്ഷെ ഒരു വീടാണെങ്കിൽ, ഇങ്ങനെ പ്രൊജക്ഷൻ ആണെങ്കിൽ അത് സീലിംഗ് കിറ്റ് വയ്ക്കാം. അപ്പൊ അതാണ് 4 പ്രൊജക്ടിങ് സൈഡായി. പ്രൊജക്ടിങ് സൈഡിന് ഏറ്റവും നല്ല വീടിനാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സീലിംഗ് കിറ്റ് വയ്ക്കുക. അതല്ല വസ്തുവിനാണെങ്കിൽ ഒരു ഭിത്തി കെട്ടി, നല്ലൊരു മതിൽ കെട്ടി അത് ആ പ്രൊജക്ട് ചെയ്യുന്ന ഭാഗത്തെ വേർതിരിക്കുക, രണ്ടാക്കുക. അടുത്തത് പുരയിടത്തിൽ വീടിന്റെ സ്ഥാനം. നേരത്തെ വരച്ച പടത്തില്ലേ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ കൂടെ, ഒരു 2 അടി വിട്ടിട്ട് ഒരു ചെറിയ പ്രൊജക്ഷനും കൂടെ വരണമെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? അത് നേരത്തെ വരച്ച പടത്തിൽ ഒരു സെക്കൻഡ് എടുക്കാം. ഈ പ്രൊജക്ഷൻ ഈ 300 മീറ്റർ കഴിഞ്ഞ ഒരു ശകലം ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു ചെറിയ പ്രൊജക്ഷൻ കൂടെ വരണമെങ്കിൽ നമ്മൾ മൊത്തം 3-1 എടുക്കണം. അപ്പൊ 2 തള്ളായിട്ട് വരും. അല്ല, ഉദ്ദേശിക്കുന്ന സെയിം സൈഡിൽ തന്നെയാണോ? സെയിം സൈഡില് 2 പൊസിഷൻ ഉണ്ടെങ്കിൽ 2ന്റെയും കൂടെ നീളം കൂട്ടണം. അതിൽ ആ 2 പൊസിഷൻ ഒരുമിച്ച് വരികയാണെങ്കിൽ 2ന്റെയും കൂടെ നീളം കൂട്ടുമ്പോൾ 1/3 കൂടുതലാണെങ്കിൽ, ഇതിന്റെ നീളം 1/3 കൂടുതലാണെങ്കിൽ മിസ്സിംഗ് കോർണർ ആയിട്ട് വരും. അതിൽ 2 കുറവാണെങ്കിൽ പ്രൊജക്ഷൻ ആയിട്ട് വരും. 2 കൂടെ കൂട്ടുമ്പോഴും ഈ 2 പ്രൊജക്ഷൻ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മൾ അപ്പൊ കണക്കിലെടുക്കണ്ടേ? അല്ല, ഇവിടെ സപ്പോസ് ഇവിടെ ഇങ്ങനെ ഒരു പൊസിഷൻ വന്നിരിക്കട്ടെ, ഇതിന്റെ മുകളിലായിട്ട്. അതായത് ഇതിപ്പോ ഇത് മുകൾ വശം ഈസ്റ്റ് ആണെങ്കിൽ ഈ പൊസിഷന്റെ ഈസ്റ്റ് സൈഡിലായിട്ട് ഇവിടെ വേറൊരു പൊസിഷൻ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ പൊസിഷൻ ഉണ്ടെങ്കിൽ 2 പൊസിഷൻ കൂടെ കൂട്ടണം. 2 പൊസിഷൻ കൂടെ കൂട്ടുമ്പോൾ 1/3 കൂടുതൽ വരിക. 1/3 കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങേ അറ്റം ഒരു മിസ്സിംഗ് കോർണർ വരും, ഇങ്ങേ അറ്റം ഒരു മിസ്സിംഗ് കോർണർ വരും, ഇടയ്ക്ക് ഒരു മിസ്സിംഗ് സൈഡും വരും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അത് 3നും കറക്ഷൻ പറ്റും. ഇവിടെ ഒരു പൊസിഷൻ ഉണ്ട്, ഇവിടെ ഒരു പൊസിഷൻ ഉണ്ട്. 2 പൊസിഷൻ ഉണ്ടെങ്കിൽ 2 പൊസിഷന്റെ കൂടെ വീതി കൂട്ടണം. വീതി കൂട്ടുമ്പോൾ 1/3 കുറവാണെങ്കിൽ ഈ പ്രൊജക്ഷന്റെ ടോട്ടൽ ഇത് 1/3 കുറവാണെങ്കിലേ പ്രൊജക്ഷനായിട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഒരു പ്രൊജക്ഷൻ, ഇവിടെ ഒരു 2 പ്രൊജക്ഷനായിട്ട് വരും. 2നും സീലിംഗ് കിറ്റ് സ്ഥാപിക്കണം. വസ്തുവാണെങ്കിൽ 2നും മതിൽ കെട്ടണം. ഇനി വീടാണെങ്കിൽ ഇങ്ങനെ 2 പ്രൊജക്ഷൻ ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ വീടിന് 2 പ്രൊജക്ഷൻ വന്നാൽ അതും ഇതുപോലെ 1/3 കുറവ് വരികയാണെന്ന് കേട്ടെ. 1/3 കുറവാണെങ്കിൽ 2 പ്രൊജക്ഷനായിട്ട് വരും. 1/3 കൂടുതലാണെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ, ഇവിടെ ഒരു മിസ്സിംഗ് കോർണർ വരും, ഇവിടെ ഒരു മിസ്സിംഗ് സൈഡ് വരും, ഇവിടെ ഒരു മിസ്സിംഗ് കോർണർ. അങ്ങനെ അല്ലാതെ പ്രൊജക്ഷനായിട്ട് വരില്ല. അപ്പൊ 1/3 കൂടുതലാണെങ്കിൽ, മനസ്സിലായല്ലോ? 2 കൂടെ ചേർത്തുള്ള അളവ് ചേർത്തുള്ള ടോട്ടൽ അളവ് ഒറ്റ പ്രൊജക്ഷൻ എന്നുള്ള വിധത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മൾ കണക്കിലെടുക്കണ്ട. ഇടയ്ക്കുള്ള ഗ്യാപ്പ് അത് ഒരു മിസ്സിംഗ് ഒരു സൈഡായിട്ട് വരും. കണക്കിലെടുക്കാൻ അതിന്റെ അളവ് കണക്കിലെടുക്കണ്ട, പക്ഷെ അത് മിസ്സിംഗ് സൈഡായിട്ട് വരും. അപ്പൊ അത് കറക്ഷൻ അതിന് വേണ്ടി വരും. അത് ഇവിടെ ഒരു എന്തെങ്കിലും കെട്ടുകയോ അല്ലെങ്കിൽ അതിനകത്ത് സീലിംഗ് കിറ്റ് വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്ത് അതിന് കറക്ഷൻ ചെയ്യേണ്ടി വരും.
ക്ലിയർ ആയല്ലോ? ആ. ശരി, ഓക്കെ. പുരയിടത്തിൽ വീടിന്റെ സ്ഥാനം ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, ഇത് വീട്. അപ്പൊ ഇപ്പൊ വീട് നമുക്ക് നോക്കാം. ഈ വീട് പുരയിടത്തിന്റെ സൗത്ത് ഈസ്റ്റിലോട്ടാണ്. കാരണം വെസ്റ്റിനേക്കാൾ കുറവാണ് ഈസ്റ്റ്, നോർത്തിനേക്കാൾ കുറവാണ് സൗത്ത്. അതിന്റെ ഓഫ്സെറ്റ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വാസ്തുമണ്ഡലത്തിലുള്ള ദൂരം നോക്കുമ്പോൾ നോർത്തിനേക്കാൾ സൗത്ത് കുറവും വെസ്റ്റിനേക്കാൾ ഈസ്റ്റ് കുറവുമാണ്. അപ്പൊ വീട് സൗത്ത് ഈസ്റ്റിലോട്ട് മാറിയിരിക്കുകയാണ്. വീട് സൗത്ത് ഈസ്റ്റിലോട്ട് മാറിയിരിക്കുന്നത് നമുക്കറിയാം, അത് പിന്നെ അത് ദോഷമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പിന്നെ സൗത്ത് ഈസ്റ്റിലുള്ളത് മാറ്റിയെടുക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ഏതെങ്കിലും ഒരു വശത്ത് ഈ കൺസ്ട്രക്ഷനിൽ കൂടി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു മതിൽ കെട്ടുക. നോക്കാം, വീടിന്റെ സ്ഥാനം നോർത്ത് ഈസ്റ്റിലോ സൗത്ത് വെസ്റ്റിലോ വരെ മുകളിൽ എഴുതിയൊക്കെ നോക്കുക. പുരയിടത്തിൽ വീടിന്റെ സ്ഥാനം വീട് നോർത്ത് ഈസ്റ്റിലോട്ടോ സൗത്ത് വെസ്റ്റിലോട്ടോ വന്നാൽ ഓക്കെയാണ്. അപ്പൊ അതിന് കറക്ഷൻ ഒന്നും ആവശ്യമില്ല. അതേസമയം ഏറ്റവും മോശം സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ് വന്നാലും നോർത്ത് വെസ്റ്റ് വന്നാലും നല്ലതല്ല. സൗത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും മോശം. ഇനി സൗത്ത് ഈസ്റ്റിലോട്ട് മാറി വരുന്നു, അല്ലെങ്കിൽ അഗ്നിമൂലയിലോട്ടോ വായുമൂലയിലോട്ടോ വീട് മാറി വന്നാൽ അത് ദോഷമാണ്. ഇപ്പൊ ഇവിടെ ഈ കേസിൽ അഗ്നിമൂലയിലോട്ടാണ് മാറി വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ദോഷമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത്, അതായത് ഇപ്പൊ അഗ്നിമൂലയിലോട്ട് അതായത് നോർത്തിലുള്ള ഞങ്ങളുടെ കുറവാണ് സൗത്തില്. പിന്നെ ഇവിടിപ്പം പിന്നെ ഈസ്റ്റിനേക്കാൾ കൂടുതലാണ് വെസ്റ്റില്. അതായത് ഇപ്പൊ ഇത് സൗത്തിൽ കുറവാണ്, നോർത്തിനേക്കാൾ കുറവ് സൗത്തും വെസ്റ്റിനേക്കാൾ കുറവ് വെസ്റ്റും. ഇതിപ്പം സൗത്ത് ഈസ്റ്റിലോട്ട് മാറി നിൽക്കുകയാണ് വീട്. നമ്മളൊരു മതിൽ കെട്ടുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡോട്ടർ ലൈൻ ഇട്ടൊക്കെ നോക്കും. ഇങ്ങനെ മതിൽ കെട്ടുന്നു. ഇങ്ങനെ മതിൽ കെട്ടുമ്പോൾ കിഴക്കുവശത്തുള്ള ദൂരത്തേക്കാൾ കുറവാക്കി ഇവിടെ പടിഞ്ഞാറ് വശത്തെ ദൂരം, ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഈ കെട്ടുന്ന മതിലിലേക്കുള്ള ദൂരം പടിഞ്ഞാറ് വശത്ത് കുറവായിട്ട് വേണം. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പം നോർത്തിനേക്കാൾ കുറവാണ് സൗത്ത്, പക്ഷെ ഈസ്റ്റിനേക്കാൾ കുറവ് വെസ്റ്റ് വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സൗത്ത് വെസ്റ്റിലോട്ട് വീട് മാറി വരും. അപ്പൊ വാസ്തുമണ്ഡലം ഇങ്ങനെ വരും. വാസ്തുമണ്ഡലത്തിലെ പടിഞ്ഞാറേ അറ്റം ഇപ്പോഴേ നേരത്തെ ഉള്ള അതല്ല, ഈ ഡോട്ടർ ലൈൻ ആയിരിക്കും വാസ്തുമണ്ഡലത്തിലെ പടിഞ്ഞാറേ അറ്റം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചുറ്റളവ്, പുതിയ വാസ്തുമണ്ഡലത്തിലെ ചുറ്റളവ് മരണ ചുറ്റൊന്നും ആകാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇവിടെ വാസ്തുമണ്ഡലത്തിന് തടസ്സം വരാതെ, പിശാച വീതിക്ക് തടസ്സം, ഇവിടെ കുറെ വീതി കുറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിശാച വീതിക്ക് തടസ്സം വരാതെ നോക്കണം. അങ്ങനെയുള്ള കറക്ഷൻസ് എല്ലാം നോക്കണം. അതെല്ലാം നമ്മൾ ചെയ്യിക്കണം. അതുപോലെ വീടിന്റെ സ്ഥാനം ഇപ്പൊ കറക്റ്റായി, ഉത്തമമായി. അപ്പൊ ബാക്കി എന്തെങ്കിലും ദോഷം, ഒരു ദോഷം കറക്റ്റ് ചെയ്യുമ്പം വേറെ ദോഷം വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇപ്പൊ ഈ ദൂരം, ഈ കിഴക്കുവശത്തെ ദൂരം ഇത് എക്സ് ആണെന്നിരിക്കട്ടെ. ഇവിടെ ഈ ദൂരം എക്സ് ആണ്. ഇവിടെ പടിഞ്ഞാറ് വശത്തെ ഈ ഗ്യാപ്പ് അത് വൈ ആണെന്നിരിക്കട്ടെ. ഇതിൽ ഏതാണ് കൂടിയിരിക്കേണ്ടത്? ഇത് പിന്നെ നമുക്ക് ഇത് ഉത്തമമാവണമെങ്കിൽ എക്സ് ആണോ കൂടിയിരിക്കട്ടെ, വൈ ആണോ കൂടിയിരിക്കട്ടെ? നിങ്ങൾ പറയാ, ആരും പറയോ? അൺമ്യൂട്ട് പറയാ. കൂടിയിരിക്കണം. എക്സിനേക്കാൾ കുറവായിരിക്കണം വൈ. എക്സിനേക്കാൾ കൂടുതൽ വൈ വന്നു കഴിഞ്ഞാൽ വീട് പിന്നെ നോർത്തിലോട്ട് പോകും. അപ്പൊ വീട് നോർത്ത്, വെസ്റ്റ് കുറവായിട്ട് നോർത്ത്, ഇതിപ്പം അങ്ങോട്ട് നീങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നോർത്തിനേക്കാൾ കുറവാണ് സൗത്ത്. നമുക്കറിയാം ഇപ്പൊ നോർത്ത് കൂടുതലുണ്ട്, സൗത്ത് കുറവാണ്. അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ സൗത്തിനേക്കാൾ കുറവ് ഈസ്റ്റ് വന്നാൽ വീട് സൗത്തിലോട്ട് മാറി വരും. അപ്പൊ സൗത്ത് ഈസ്റ്റിലോട്ട് സൗത്ത് വെസ്റ്റിലോട്ട് മാറി വരും. നല്ലതാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ ആയിരിക്കണം. ഈ എക്സിനേക്കാൾ, അതായത് കിഴക്ക് വശത്തുള്ള ഈ ഓഫ്സെറ്റിനേക്കാൾ കുറവായിരിക്കണം പടിഞ്ഞാറ് വശത്ത് ഓഫ്സെറ്റ്. അങ്ങനെ വരുമ്പോഴേ സൗത്ത് വെസ്റ്റിലോട്ട് മാറി വരുള്ളൂ. എക്സ് ഈസ് മോർ ദാൻ വൈ ആയിരിക്കണം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സൗത്ത് ഈസ്റ്റിലുള്ള വീടിനെ, ആദ്യം സൗത്ത് ഈസ്റ്റിലായിരുന്നു വീട്, നമ്മളത് ഒരു മതില് കെട്ടി സൗത്ത് വെസ്റ്റിലേക്ക് മാറ്റി. 100% ഇതിന്റെ റിസൾട്ട് 100%, 100% കറക്റ്റാണ്. കാരണം ബൈ കൺസ്ട്രക്ഷനിലാണ് നമ്മൾ ഇത് മാറ്റിയിരിക്കുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാറ്റുകയാണ് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ പറയണം, അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഓക്കെ. ഇപ്പൊ ഇവിടെ ദണ്ഡാവധി വരാൻ പാടില്ല. കാരണം ഇവിടെ ഇപ്പൊ നമ്മൾ വീതി കുറച്ചു, നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ ദണ്ഡാവധി വരാൻ പാടില്ല, പിശാച വീതിക്ക് തടസ്സം വരാൻ പാടില്ല. അതെല്ലാം ചെക്ക് ചെയ്യണം, അതൊക്കെ നോക്കണം അങ്ങനെ വരാതെ. ചുറ്റളവ് ഉത്തമമാണ്.
എല്ലാ ഒരു ദോഷത്തെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ വേറെ ദോഷം വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ദണ്ഡാകൃതി, പിശാചവീതി, തടസ്സം എന്നിവ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കുകയാണ്. 6, വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ. നമുക്കറിയാം ഉയരത്തെ പല പഞ്ചഭൂതങ്ങൾ തിരിച്ചിട്ടുണ്ട്. പിന്നെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, താഴെ നിന്ന് മുകളിലോട്ട്. അത് പിന്നെ ഓരോന്നിനെ 1 കോൽ 6 അങ്കുലം ഭൂമിക്ക്, അത് കഴിഞ്ഞ് 6 അങ്കുലം വീതം കുറഞ്ഞു കുറഞ്ഞു വരും മുകളിലോട്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ. അത് പിന്നെ 2 കോൽ 6 അങ്കുലം മുതൽ 3 കോൽ, അതായത് പിന്നെ 3 കോല് വരെയും, അതുപോലെ 4 കോൽ 12 അങ്കുലം മുതൽ 5 കോൽ 6 അങ്കുലം വരെയും, അതുപോലെ 9 കോൽ 18 അങ്കുലം മുതൽ 10 കോൽ 12 അങ്കുലം വരെയും ഇതെല്ലാം അഗ്നിഭൂതി വരുന്നതാണ്. ഏറ്റവും കുറഞ്ഞ അളവ് അഗ്നിഭൂതി വരുന്ന 2 കോൽ 6 അങ്കുലം മുതൽ 3 കോൽ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ 4 കോൽ 12 അങ്കുലം മുതൽ 5 കോൽ 6 അങ്കുലം വരെയുള്ള അഗ്നിഭൂതമാണ്. അത് കഴിഞ്ഞ് പിന്നെ 9, നമ്മൾ നേരത്തെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ വീണ്ടും അത് എടുത്തുകൊണ്ട് അത് നോക്കിയാൽ അറിയാം അഗ്നിഭൂതിൽ വരുന്നത്. ഇതിപ്പോ പരിഹാരമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഈ 3 ഇതെല്ലാം ഇനി അതുപോലെ മേളിലോട്ടുണ്ട്. 9 കോൽ 18 അങ്കുലം മുതൽ 10 കോൽ 12 അങ്കുലം വരെയുള്ള അഗ്നിഭൂതമാണ്. അത് കഴിഞ്ഞാൽ മുകളിലും അഗ്നിഭൂതി വേറെ അളവ് വരുന്നുണ്ട്. അപ്പൊ അഗ്നിഭൂതി വരുന്ന അളവൊക്കെ നല്ലതല്ല. അതിന് ഇപ്പൊ മോഡേൺ ഹൗസസ് പലതും പല പുതിയ ആർക്കിടെക്ട്സ് ഒക്കെ പല ഹൈറ്റ്, ഓരോ ഭാഗം ഓരോ ഹൈറ്റൊക്കെ വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും മുറിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് മുറിയുടെ ബേസ്മെന്റിന്റെ മുകളിൽ നിന്ന് സീലിംഗ് വരെയുള്ള ഹൈറ്റ്, ഏതെങ്കിലും മുറിയുടെ ഹൈറ്റ് അഗ്നിഭൂതി വരികയാണെങ്കിൽ, അപ്പൊ അത് ഏത് മുറിയുടെ ഹൈറ്റ് ആണോ അഗ്നിഭൂതി വരുന്നത് അവിടെ നമ്മൾ സീലിംഗ് കിറ്റ് സ്ഥാപിക്കണം. എല്ലാം ഒരേ ഹൈറ്റ് ആണ്, എല്ലാ അഗ്നിഭൂതിലാണെങ്കിൽ എല്ലാ മുറിയിലും സീലിംഗ് കിറ്റ് വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഏത് മുറിയുടെ, ഒരു മുറിയുടെ മാത്രമേ ഉള്ളൂ ഹൈറ്റ് പിന്നെ അഗ്നിഭൂതി വരുന്നെങ്കിൽ ആ മുറിയിൽ മാത്രം സീലിംഗ് കിറ്റ് വെച്ചാൽ മതി. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിന് സീലിംഗ് കിറ്റാണ് അതിന് ആ ഒരു എനർജി പിന്നെ റെഡ്യൂസ് ചെയ്യാനായിട്ട്, ആ നെഗറ്റീവ് എനർജിയെ പിന്നെ അതിന്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല പരിഹാരം സീലിംഗ് കിറ്റാണ്. അടുത്ത 7-മത്തത് സ്റ്റെയർ കേസിന്റെ ദിശയും പടികളുടെ എണ്ണവും. നമുക്കറിയാം സ്റ്റെയർ കേസിന്റെ ദിശ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ക്ലോക്ക് വൈസ്, സ്റ്റെയർ കേസ് കയറി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കയറണം, അല്ലെങ്കിൽ റൈറ്റിലോട്ട് തിരിഞ്ഞ് കയറണം. ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് സ്റ്റെയർ കേസ് കയറുന്നത് നല്ലതല്ല. അപ്പൊ സ്റ്റെയർ കേസിന്റെ ദിശയ്ക്ക് ദോഷം വരും. പടികളുടെ എണ്ണവും നമുക്കറിയാം. പടികളുടെ എണ്ണം എപ്പോഴും ഒറ്റയായിട്ടെന്ന് പറയാൻ നല്ലത്. ഓരോ പ്രാവശ്യവും കാല് പൊക്കുമ്പോൾ നമ്മള് പിന്നെ ലാഭത്തിൽ തുടങ്ങി ലാഭത്തിൽ അവസാനിക്കണം. പ്രദക്ഷിണ ദിശയിൽ വേണം സ്റ്റെയർ കേസ് കയറാൻ. അത് നല്ലതാണ്. പ്രദക്ഷിണ ദിശയിൽ കയറുന്നത് നല്ലതാണ്, ഓക്കെയാണ്. അപ്രദക്ഷിണ ദിശ ദോഷമാണ്. അത് പരിഹാരമായിട്ട് ഈ 2 പരിഹാരങ്ങളാണുള്ളത്. ഒന്ന് സ്റ്റെയർ കേസ് എനർജൈസർ എന്ന് പറഞ്ഞ ഇത് അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇതില് അതായത് പിന്നെ കഴിഞ്ഞ ചാപ്റ്റർ, തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ അനുകൂല ഊർജ്ജ ഉപകരണങ്ങൾ, പോസിറ്റീവ് എനർജി ടൂൾസ് ഉള്ള ചാപ്റ്ററിൽ സ്റ്റെയർ കേസ് എനർജൈസറും അതുപോലെ സ്റ്റെയർ കേസ് പിന്നെ 2 ഉണ്ട്. ഒന്ന് പിന്നെ അതിൽ ഏറ്റവും താഴത്തെ 5 പടിയിലും, നമ്മളൊരു സ്റ്റെയർ കേസിന്റെ പടമെല്ലാം കാണിച്ചെന്ന് ക്ലാസ് എടുത്താണ്. ഏറ്റവും താഴത്തെ 5 പടിയിലും ഏറ്റവും മുകളിലത്തെ 5 പടിയിലും, അതായത് പിന്നെ 3 പടി, സോറി, ഏറ്റവും താഴത്തെ 3 പടിയിലും ഏറ്റവും മുകളിലത്തെ 3 പടിയിലും, അങ്ങനെ 3 6 പടികളിൽ നമ്മൾ സ്റ്റെയർ കേസ് എനർജൈസർ സ്ഥാപിക്കണം. സ്റ്റെയർ കേസ് എനർജൈസർ. പിന്നെ സ്വസ്തിക് ബാക്കിയുള്ള പടികളിൽ, ഇപ്പൊ സപ്പോസ് ടോട്ടൽ 16 അല്ലെങ്കിൽ 17 പടി ഉണ്ടെന്നിരിക്കട്ടെ, അപ്പം 3 6 പടിയിലാണ് പിന്നെ സ്റ്റെയർ കേസ് എനർജൈസർ. ബാക്കി ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 11 പടി ഉണ്ടെങ്കിൽ ആ പടികളിലൊക്കെ സ്വസ്തിക് എനർജൈസർ സ്ഥാപിക്കണം. എന്തുവാണ് സ്റ്റെയർ കേസ് എനർജൈസർ? അതൊക്കെ നമുക്ക് ഉണ്ട്, അത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഈ പോസിറ്റീവ് എനർജി ടൂൾസ് ഉള്ള കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പം അതേ ഉള്ളൂ, അതിന്റെ പരിഹാരം അതേ ഉള്ളൂ. അല്ല, സ്റ്റെയർ കേസ് പൊളിച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രായോഗികമായ പരിഹാരമല്ല.
അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഏറ്റവും താഴത്തെ ഫസ്റ്റ് 3 സ്റ്റെപ്പ്, അത് തുടങ്ങുന്ന 3 സ്റ്റെപ്പിന്റെ പിന്നെ അതിന്റെ ഇത് ലംബം വരുന്ന ഭാഗത്ത് മുകളിലോട്ട് വരുന്ന ഭാഗത്ത് ഒട്ടിച്ചു വയ്ക്കുന്ന സാധനമാണ്. ആ താഴത്തെ 3 പടിയിൽ ഏറ്റവും താഴത്തെ ഏറ്റവും മുകളിലത്തെ 3 പടികളിൽ സ്റ്റെയർ കേസ് എനർജൈസർ, മറ്റു പടികളിൽ സ്വസ്തിക് എനർജൈസർ. അടുത്ത വീതിശൂല. വീട്ടിന്റെ നേരെ വരുന്നതാണെങ്കിൽ കൂടുതൽ ദോഷമാണ്. വീട്ടിലോട്ട് വരുന്നില്ല, വെളിയിൽ കൂടെ പോവുകയാണെങ്കിൽ അത്രയും ദോഷമില്ല. ഒരു പടം നോക്കാം, അതിന്റെ പരിഹാരങ്ങൾ. ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ്, അത് കാണിക്കുന്ന പടം നോക്കട്ടെ, സെക്കൻഡ്, അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് സ്ഥാപിക്കുക, രണ്ടാമത് പാക്കുവ കണ്ണാടി വെക്കുക, പിന്നെ മൂന്നാമത് കട്ടിയുള്ള ദ്വാരങ്ങളില്ലാത്ത ഗേറ്റ്, കാസ്റ്റ് അയൺ ഗേറ്റ് എന്തെങ്കിലും ഉണ്ട്, ആ ഗേറ്റ് നല്ല കട്ടിയുള്ള കാസ്റ്റ് അയൺ പോലെ ദ്വാരമൊന്നും ഹോളൊന്നും ഇല്ലാത്ത നല്ല കട്ടിയുള്ള ഇതുകൊണ്ട് ഗേറ്റ് ഉണ്ടാക്കുക. ഇത് 3മാണ് അതിന്റെ പരിഹാരങ്ങൾ. അത് എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള അടുത്തിലോട്ട് വരാം. ഇപ്പൊ ഈ 3 പരിഹാരങ്ങളാണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് അടുത്ത് നോക്കാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോവുകയാണ്. ഇത് ഈ നീരാർത്തി കാണുന്ന വീടാണ്. കറുപ്പ് കറുത്തി ചുറ്റും കാണുന്നത് അത് വാസുപടി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ വന്ന് കയറുകയാണ്. അപ്പൊ ഈ വഴി നേരെ വരുമ്പോൾ നേരെ വീട്ടിലോട്ടല്ല വരുന്നത്, വീടിന്റെ നേരെ അല്ല, വീടിന് മാറി നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ ദോഷം കുറവാണ്. വീട്ടിലോട്ട് വരികയാണെങ്കിലാണ് ദോഷം കൂടുതൽ. ഈ വഴിയുടെ നേരെ വീട് വരികയാണെങ്കിൽ ദോഷം കൂടുതലാണ്. ഇപ്പൊ മാറി നിൽക്കുന്നതുകൊണ്ട് ദോഷം കുറവാണ്. ഇങ്ങനെയാണെങ്കിൽ ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരിയോഡ് മാത്രം മതി. ഇതുപോലെ വീടിലോട്ട് വരുന്നില്ല. അപ്പൊ 2 ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരിയോഡ്. വീതിയുടെ നേരെ വീടിന്റെ ഭാഗം വരുന്നില്ല. ഇപ്പൊ ഇവിടെ വരുന്നില്ല, വീതിയുടെ നേരായി, ഇതാണ് വീതി. അപ്പൊ ഈ വീതിയുടെ നേരെ വീടിന്റെ ഭാഗം വരുന്നില്ലെങ്കിൽ ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് 2 അത് മാത്രം മതി. അതിന്റെ സ്ഥലം മാത്രം മതി. വീതിയുടെ നേരെ വീടിന്റെ ഭാഗം വരുന്നില്ലെങ്കിൽ ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് 2 മാത്രം മതിയാവുന്നതാണ്. ഒന്ന് അവിടെ, ഒന്ന് ഇവിടെ. അപ്പൊ ഈ 2 ഡയറക്ഷൻ എന്ന് പറഞ്ഞത് അത് പിന്നെ ഫേസ് ടു ഫേസ് ആയിരിക്കണം. ഒന്ന് മറ്റേതിനെ ഫേസ് വേണം. ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് എപ്പോഴും അങ്ങനെയാണ് വെക്കേണ്ടത്. ഒരു പിരമിഡ് അടുത്ത പിരമിഡിനെ ഫേസ് ചെയ്തോടെ ഇങ്ങനെ വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ വീതി കൂടെ വരുന്ന നെഗറ്റീവ് എനർജി അകത്തോട്ട് കടത്തി വിടാതെ ഇവിടെ ഒരു എനർജി ഫീൽഡ് ഉണ്ടാവും. ആ എനർജി ഫീൽഡ് ഇതിനെ ബ്ലോക്ക് ചെയ്യും. ഇതാണ് അതിന്റെ കറക്ഷൻ. ഇനി വീടിന് നേരെയാണ് വരുന്നതെങ്കിൽ 3 കറക്ഷനും ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ 3 കറക്ഷൻ ചെയ്യണം. അത് നോക്കാം. ഇങ്ങനെ വീതി വരുന്നു, വീട് ഇങ്ങനെ വരുന്നു സപ്പോസ്. അപ്പൊ അങ്ങനെ ഈ വീട് നേരെ വന്ന് വീട് വരികയാണ്. അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന ദോഷം കൂടുതലാണ്. അപ്പൊ ഇവിടെയും ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് വെക്കണം, ഒന്ന്. പിന്നെ രണ്ടാമത് നമ്മൾ പിന്നെ ഇവിടെ ഈ വീതിയുടെ നേരെ ഫേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാക്കോ മിറർ വീടിന്റെ ഈ മുൻവശം വെക്കണം, ഇവിടെ വെക്കണം ഒരു പാക്കോ മിറർ. പിന്നെ മൂന്നാമത് ഇവിടെ ഒരു ഗേറ്റ്. ഈ ഗേറ്റ് പിന്നെ നല്ല വെയിറ്റ് ഉള്ള കട്ടിയുള്ള കാസ്റ്റ് അയൺ പോലത്തെ സാധനം ഗേറ്റ് ഉണ്ടാക്കാൻ ഹോള് പാടില്ല, ദ്വാരമൊന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് മറഞ്ഞുള്ള ഒരു ഗേറ്റ്. ഈ 3 കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 100% ഈ ദോഷം ഇല്ലാതാക്കാം. ഇത് ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരിയോഡ് 1, 2 വയ്ക്കുന്നു. അതിന്റെ ഡയറക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് ടു ഫേസ് ആയിരിക്കണം. അവിടെ ഒരു ലൈൻ വന്നത് അതാണ് കട്ടിയുള്ള ഗേറ്റ്, കട്ടിയുള്ള ദ്വാരങ്ങളില്ലാത്ത ഗേറ്റ്. ഇത് കാസ്റ്റ് അയൺ കൊണ്ട് ചെയ്യുന്നതാകുമ്പോൾ നല്ല വെയിറ്റ് വരും. പാക്കോ മിറർ, ആ ഗേറ്റിനെ ഫേസ് ചെയ്തിട്ടൊരു പാക്കോ മിറർ, ചുവന്ന് കാണിക്കുന്ന ഒരു പാക്കോ മിററാണ്. അപ്പൊ ആ ഗേറ്റിന് നേരെ ഒരു പാക്കോ മിറർ സ്ഥാപിക്കും. അപ്പൊ ഈ 3, 1 പാക്കോ മിറർ, 2 ഈ കട്ടിയുള്ള ഗേറ്റ്, 3 2 ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ്. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്തത് ഹീനപ്രവേശനവും ഉത്സംഗ പ്രവേശനവും. 3 പ്രവേശന രീതിയുണ്ട്. ഒന്ന് പൂർണ്ണപ്രവേശം, ഉത്സംഗ പ്രവേശം, ഹീനപ്രവേശം. അതിൽ പൂർണ്ണപ്രവേശം നിങ്ങൾ നല്ലതാണ്, അതുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടില്ല, കാരണം അതിന് കറക്ഷൻ ആവശ്യമില്ല. പരിഹാരമാണല്ലോ നമ്മൾ പറയുന്നത്, പരിഹാരം ആവശ്യമില്ല. ഹീനപ്രവേശമോ ഉത്സംഗ പ്രവേശനമോ ആണെങ്കിൽ അതിന് പരിഹാരം ആവശ്യമുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. ഇതിപ്പോ അതിന്റെ വീടിന്റെ ഗേറ്റാണ് ആ ഓപ്പണിങ്. ഇത് ഗേറ്റാണ്. ഇപ്പൊ വീടിങ്ങനെ വരുന്നു, വീടിന്റെ മെയിൻ ഡോർ ഇവിടെയാണെന്ന് ഇരിക്കട്ടെ. ആ 2 വര കാണുന്നത് വീടിന്റെ മെയിൻ ഡോറാണ്. ഇപ്പൊ നമ്മൾ ഗേറ്റിൽ കൂടെ വരുന്ന ഒരാൾക്ക് വലത്തോട്ട് ഇങ്ങനെ, അത് അപ്രദക്ഷിണമായിട്ട്
ഇതിങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ അപ്രദക്ഷിണമാണ്. അപ്പൊ ഒരു സ്റ്റെപ്പെങ്കിലും അപ്രദക്ഷിണമായിട്ട് വെച്ചാലേ ഡോറി കയറാൻ ഒക്കുള്ളൂ. അപ്പൊ ഇതിനാണ് ഹീനപ്രവേശനം എന്ന് പറയുന്നത്. ഗേറ്റ് കൂടെ കയറി വീടിന് അപ്രദക്ഷിണമായിട്ട് ഒരു സ്റ്റെപ്പെങ്കിലും വെച്ചോ, ഒരു സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പായാലും ഒന്നോ കൂടുതലോ ആകാം, വെച്ചിട്ട് വീട്ടിന്റെ ഡോറിന്റെ നേരെ വരണമെങ്കിൽ അപ്രദക്ഷിണമായിട്ട് പോയാൽ അങ്ങനെ ഒക്കുള്ളെങ്കിൽ അത് ഹീനപ്രവേശനമാണ്. ഇത് പ്രധാന വാതിൽ, വീടിന്റെ മെയിൻ ഡോർ. ഇപ്പോൾ ഈ ഒരു ലൈൻ നോക്കുക, ഒരു ലൈൻ നോക്കുക. ഒരാൾ പ്രവേശിക്കാതെ നമ്മൾ അകത്തോട്ട് കയറുകയാണ്, ഗേറ്റിൽ കൂടെ കയറി റൈറ്റിലോട്ട് തിരിയണം, എന്നിട്ട് ഡോറിൽ കൂടെ അകത്ത് കയറണം. അപ്പൊ ആ റൈറ്റിലോട്ട് തിരിഞ്ഞു പോകുന്ന ആ ഒരു ലൈൻ നമ്മൾ വീടുമായിട്ട് നോക്കുമ്പം അപ്രദക്ഷിണമാണ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഇതിനാണ് ഹീനപ്രവേശനം എന്ന് പറയുന്നത്. ഇതിന് 2 കറക്ഷനുണ്ട്. ഒന്ന്, നമ്മള് ഇവിടെ ഒരു ആവശ്യമായ സ്ഥലം ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. ആവശ്യത്തിന് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു മതിൽ കിട്ടും. മതിലിന് വലിയ പൊക്കമൊന്നും വേണമെന്നില്ല, മണ്ണിന് അടിയിലോട്ട് ഒരടിയെങ്കിലും മിനിമം താഴ്ച വേണം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെ ഒരു മതിൽ കെട്ടിട്ട് ആ മതിലിൽ ഇവിടെ ഒരു ദ്വാരം ഇടും, ഒരു ഓപ്പണിങ് ഇടുമ്പോൾ അത് ഗേറ്റായിട്ട്, പിന്നെ അങ്ങനെ അവിടുന്ന് കയറിയിട്ട് പ്രദക്ഷിണമായിട്ട് വന്ന് അകത്ത് കയറാം. അപ്പൊ ഈ ഗേറ്റിനെ മാറ്റി വേറെ ഗേറ്റ്, ഇത് കാറ് കയറുന്നൊക്കെ ഇത് മതി. അപ്പൊ ഇവിടെ പുതിയ ഗേറ്റൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് അതിലെ കൂടെ വണ്ടിയൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമാണെങ്കിൽ ഒരു ബമ്പ് പോലെ ചെയ്താലും മതി. ഇവിടെ നോക്കുക, ഇവിടെ പിന്നെ ഗേറ്റ് വരുന്നു, അതിന് നേരെ ഇപ്പൊ ഇവിടെ കാണിച്ചു തന്നെ ഇങ്ങനെ വീട് വരുന്നു. ഇത് ഗേറ്റ്, പ്രധാന വാതിൽ. ഇതിപ്പോ നേരെ വരുന്നു, ഇത് ഉത്സംഗ പ്രവേശം. ഇത് പ്രധാന വാതിൽ. ഇപ്പൊ ഇതാണ് ഗേറ്റും, അത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു. ഗേറ്റിൽ കൂടെ നേരെ കയറി ഡോറിൽ കൂടെ കയറുന്നു. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ദൈവീക ശക്തികൾക്ക് എപ്പോഴും പ്രദക്ഷിണമായിട്ട് സഞ്ചരിക്കാനായിട്ട്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സഞ്ചരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ക്ഷേത്രത്തിലൊക്കെ പോയാൽ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത്. അതുപോലെ പിന്നെ ഇത് പൈശാചിക ശക്തികൾക്ക് എപ്പോഴും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗേറ്റിന്റെ നേരെ ഡോർ ഇങ്ങനെ വന്നാൽ പൈശാചിക ശക്തികൾക്ക് അകത്ത് കയറാൻ എളുപ്പമായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് നല്ലതല്ല എന്നാണ് ഉത്സംഗ പ്രവേശനത്തിന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഗേറ്റിൽ നിന്ന് നേരെ ഇങ്ങനെ അകത്ത് കയറാം. അതിനിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വേറൊരു മതിൽ കെട്ടും, അതിനാവശ്യ സ്ഥലം ഉണ്ടെങ്കിൽ, അതായത് ഈ ഡോട്ടഡ് ലൈൻ കാണുന്ന ഒരു പുതിയ മതിൽ കെട്ടുന്നതാണ്. അപ്പൊ ആ മതിലിലെ ഓപ്പണിംഗ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്, നോക്കുക. അപ്പൊ അതിലെ ഗേറ്റ് ഇവിടെയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരാൾ കയറി വന്നാൽ ഇതൊരു മതിലാണ്. അപ്പൊ ഇവിടെ ആവശ്യം കാറൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ സ്ഥലം വേണം. ഇവിടെ വേറൊരു മതിൽ, ഇങ്ങനെ ചെറിയൊരു മതിൽ കെട്ടുക, അത് ഒരടി പൊക്കമായാലും മതി. താഴോട്ട് മിനിമം ഒരടി കൂടുതൽ വേണം, മിനിമം ഒരടിയെങ്കിലും. എന്നിട്ട് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരാൾ അവിടെ ഇങ്ങനെ പോയി ഇതിലേക്കൂടെ അകത്ത് കയറി പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറും. അപ്പൊ ഈ ഗേറ്റും ഈ ഡോറുമായിട്ട് നോക്കുമ്പോൾ അത് പൂർണ്ണ പ്രവേശമാണ്, അത് ഓക്കെയാണ്. അപ്പം ദോഷം മാറിക്കിട്ടും. ഇതാണ് ഒരു പരിഹാരം. പൊക്കം കുറഞ്ഞ മതിൽ ഇങ്ങനെ കെട്ടുന്നു. അപ്പൊ അത് പൂർണ്ണ പ്രവേശം ആകത്തക്കോണം കെട്ടണം. പക്ഷെ അതിനാവശ്യമായ സ്ഥലം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്ഥലമൊക്കെ ആണെങ്കിൽ അതിനിടയ്ക്ക് ഒരു മതിലൊക്കെ വന്നാൽ വൃത്തികേടാവും. അതൊരു ഇതിവിടെ ആവശ്യത്തിന് സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ചിലപ്പോൾ വീട്ടിന്റെ മുമ്പത്തെ ഭിത്തിയിൽ നിന്ന് കുറെ ദൂരം കഴിഞ്ഞിട്ടായി ചിലപ്പോൾ ഗേറ്റൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ പുതിയ മതിലിന്റെ ഗേറ്റായിട്ട് വരുന്നത് ഇവിടെയാണ്. ആ 2 വല വെച്ചേക്കുന്നതാണ് ഗേറ്റ്. ഇപ്പൊ ചുമന്ന ലൈൻ ഇങ്ങനെ ഒരാൾ കയറി വരുന്നു. കയറി വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനൊക്കെ ഇല്ല, ഇവിടെ മതിലാണ്, പുതിയ മതിലാണ്. അവിടുന്ന് ഇങ്ങനെ പോയി ഇതുവഴി കയറി പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വരുന്നത് താഴോട്ട് വരുന്നത്. ഇപ്പൊ ഡോറിലോട്ട് വരുമ്പോൾ ഇങ്ങനെ താഴോട്ട് വന്നിട്ടാണ് ഡോർ. അതായത് ഇവിടെ ഇത് മുകളിവശം കിഴക്കും താഴ്വശം പടിഞ്ഞാറുമാണെങ്കിൽ പടിഞ്ഞാറോട്ട് വന്നിട്ടാണ് കയറുന്നത്. അപ്പൊ അത് പ്രദക്ഷിണമാവും, കയറുന്ന. അപ്പൊ അത് ഉത്സംഗമല്ല, പൂർണ്ണ പ്രവേശമാവും, ഉത്തമമായ പ്രവേശമാണ്. ഇങ്ങനെ വരും. ഇതാണ് ഒരു പരിഹാരം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ള പിരമിഡുള്ള പരിഹാരം, അതും കാണുന്നുണ്ട്. പിരമിഡ് കറക്ഷൻ അതും കാണിക്കാം. ഇങ്ങനെ വീട്, മുമ്പ് ഗേറ്റ്, ഇത് ഫ്രണ്ടിൽ വരുന്നു, ഇത് മെയിൻ ഡോർ, വീടിന്റെ പ്രധാന വാതിൽ. അപ്പൊ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്ന് അപ്രദക്ഷിണമായിട്ടാണ് ഇത്. പിന്നെ നമുക്ക് ഹീനപ്രവേശമാണ്, മോശമായ പ്രവേശന രീതിയാണ്. ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഇത് ഹീനപ്രവേശമാണ്.
അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പിരമിഡ് വയ്ക്കേണ്ടത് പിന്നെ നമ്മൾ ഡോറിന്റെ അടുത്ത ഒരു പിരമിഡ് വെക്കും, ഈ ഒരു ടേണിങ്ങിൽ ഒരു പിരമിഡ് വെക്കും, ഈ രണ്ടാമത്തെ ടേണിങ്ങിൽ ഒരു പിരമിഡ് വെക്കും, ഒരെണ്ണം ഗേറ്റിന്റെ നടുക്കും വെക്കും. അപ്പൊ മിനിമം 1, 2, 3, 4 മിനിമം വേണം. അപ്പൊ ഈ ഏതെങ്കിലും ദൂരം 2 പിരമിഡ് തമ്മിൽ 3 മീറ്റർ കൂടുതൽ വരികയാണെങ്കിൽ അവിടെ അഡീഷണൽ പിരമിഡ് വേണ്ടി വരും. ഇപ്പൊ നോക്കുക, ഒരു പിരമിഡ് ഇവിടെ വരും ഡോറിനോട് അടുത്ത്, രണ്ടാമത്തെ പിരമിഡ് അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, വെളിയിലോട്ടാണ് എല്ലാത്തിന്റെയും. രണ്ടാമത്തെ പിരമിഡ് ആ ടേണിങ്ങിന്റെ അവിടെ, ആ ബെൻഡിങ്ങിന്റെ അവിടെ, അപ്പൊ അതിന്റെ ഡയറക്ഷൻ താഴോട്ട് വരണം. എന്നിട്ട് മൂന്നാമത്തെ പിരമിഡ് ഇവിടെ വരും, അതിന്റെ ഡയറക്ഷനും വെളിയിലോട്ടായിരിക്കണം. നാലാമത് ഗേറ്റിന്റെ നേരെ ഗേറ്റിന്റെ നേരെ സെൻട്രലായിട്ട് വരും, അതിന്റെ വെളിയിലോട്ടായിരിക്കണം. ഇങ്ങനെ 4 പിരമിഡ് മിനിമം വേണം. പിന്നെ ഇതിൽ ഏതെങ്കിലും 2 പിരമിഡ് നമ്മുടെ ദൂരം 3 മീറ്റർ കൂടുകയാണെങ്കിൽ അവിടെ അഡീഷണൽ പിരമിഡ് വെക്കേണ്ടി വരും. അത് 4 കൂടുതൽ പലപ്പോഴും ഈ ഡിസ്റ്റൻസ് ഒക്കെ 3 മീറ്റർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ദൂരം അനുസരിച്ച് പിരമിഡ് കൂടുതൽ വേണ്ടി വരും. പിരമിഡ്സ് മിനിമം 4 നമ്പേഴ്സ്, ഏറ്റവും കുറഞ്ഞ 4 എണ്ണം വേണം. അതൊക്കെ ആ പിരമിഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പിരമിഡ് വെച്ച് കറക്ഷൻ ചെയ്ത് പിരമിഡ് കറക്ഷൻ ഫോർ ഹീനപ്രവേശനത്തിനാണ്. ഹീനപ്രവേശനത്തിനാണ് മിനിമം 4 പിരമിഡ് വേണ്ടത്. ഇനി ഉത്സംഗ പ്രവേശനത്തിനും പിരമിഡ് കറക്ഷൻ ചെയ്യാം, അത് നോക്കാം. ഇതിപ്പോ ഉത്സംഗ പ്രവേശമാണ്, നേരെ പോവുകയാണ്. അപ്പൊ അതിനാകുമ്പോൾ 2 പിരമിഡ് മതി മിനിമം. ഒരു പിരമിഡ് ഡോറിന്റെ അടുത്ത്, ഒരു പിരമിഡ് ഗേറ്റിന്റെ നടുക്ക്. അപ്പൊ ഇതിന് തമ്മിലുള്ള ദൂരം, 2 പിരമിഡ് തമ്മിലുള്ള ദൂരം 3 മീറ്റർ കുറവാണെങ്കിൽ ഇത് മതി. 3 മീറ്റർ കൂടുതലാണെങ്കിൽ ഇടയ്ക്ക് ഈ 2 പിരമിഡിന് ഇടയ്ക്ക് ആവശ്യത്തിന് പിരമിഡ് വെച്ചോണം. ഡയറക്ഷൻ എല്ലാ പിരമിഡിന്റെയും ഡയറക്ഷൻ ഗേറ്റിലോട്ട് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ അവിടുന്ന് വരുന്ന നെഗറ്റീവ് എനർജിയെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു, ഈ എനർജി. പിരമിഡ്സ് മിനിമം 2 നമ്പേഴ്സ്. അപ്പോൾ ഇതാണ് പ്രവേശന രീതിയും അതിന്റെ പരിഹാരങ്ങളും. പൂർണ്ണ പ്രവേശമാണെങ്കിൽ പരിഹാരം ആവശ്യമില്ല, ഏറ്റവും നല്ലതാണ്. ഇത് 10ാമത്തത് നേർക്ക് നേരെയുള്ള കതകുകൾ. കതകുകളുടെ മധ്യങ്ങൾ തമ്മിൽ കുറഞ്ഞത് 9 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 അങ്കുലം ഗമനം കൊടുക്കണം. 2 കഥകൾ, ഒരു കഥയുടെ നേരെ ഒരു കഥ വരികയാണെങ്കിൽ അത് കറക്റ്റ് സെന്റർ തമ്മിൽ ഒരേ ലൈനിൽ വരാൻ പാടില്ല. ഒരു കഥ 9 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 അങ്കുലമെങ്കിലും മാറി ഗമനം കൊടുക്കണം കഥകൾ തമ്മിൽ, അതിന്റെ സെന്ററുകൾ തമ്മിൽ. കട്ടിയുള്ള കർട്ടൻ ഇടാം, അഥവാ അങ്ങനെ കൊടുത്തിട്ടില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത് കട്ടിയുള്ള, നല്ല കട്ടിയുള്ള കർട്ടൻ. അതിന് അതുപോലെ പിന്നെ ഇത് ചെടിച്ചട്ടി വെക്കാം, താഴെ ചെടിച്ചട്ടി വെച്ചാലും എനർജി ഫ്ലോയ്ക്ക് ഒരു ചെറിയ ഇത് വരും. അതുപോലെ തന്നെ ഇത് വിൻചൈം, ഇതൊക്കെ വെച്ച് ഇതിനെ കറക്റ്റ് ചെയ്യാം. കട്ടിയുള്ള കർട്ടൻ, വിൻചൈം, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്യാം. ആ 2 നേരെ ഉള്ള 2 കഥകളുടെ ഇടയ്ക്കായിട്ട് വേണം വിൻചൈം. മുകളിലൊരു ഹുക്കോ ഇട്ട് അതിൽ തൂക്കിയിടാം വിൻചൈം. കട്ടിയുള്ള കർട്ടൻ. പിന്നെ ചെടിച്ചട്ടി വേണമെങ്കിൽ അത് വെക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക്. ചെടിച്ചട്ടി, അത് ഇൻഡോർ പ്ലാന്റ് വെക്കണം ചെടിച്ചട്ടിയിൽ. വീടിനകത്ത് വെക്കുന്നതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ് വെക്കുക. 11ാമത്തത് നിമ്നോന്നതി. അത് ഉയർച്ചയും താഴ്ചയും, ലെവലല്ല. ഇപ്പൊ വീടിന്റെ ചില മുറികളൊക്കെ ലെവലിൽ താഴ്ന്നിരിക്കും, ചില പൊങ്ങിയിരിക്കും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കന്നിമൂലയേക്കാൾ പൊങ്ങി വേറൊരു മുറി വരാൻ പാടില്ല, ഈശാനുമൂലയേക്കാൾ താഴ്ന്ന് വേറൊരു മുറി വരാൻ പാടില്ല എന്നാണ്. ഒരേ ലെവൽ ഓക്കെയാണ്. എല്ലാ മുറികളും തറയും മേൽക്കൂരയും ഒരേ ലെവലാണെങ്കിൽ ഓക്കെയാണ്. നിമ്നോന്ന് പറഞ്ഞാൽ, നിമ്നം എന്ന് പറഞ്ഞാൽ താഴ്ച, ഉന്നതി എന്ന് പറഞ്ഞാൽ ഉയർച്ച. അതിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഹൈറ്റ് വ്യത്യാസം വരുന്നതിനാണ്. അത് റൂഫിനും ആകാം, ഫ്ലോറിനും ആകാം. തറയും മേൽക്കൂരയും ഒരേ ലെവൽ വന്നാൽ ഓക്കെയാണ്. കന്നിമൂലയേക്കാൾ പൊങ്ങിയും ഈശാനുമൂലയേക്കാൾ താഴ്ന്നും മറ്റൊരു ഭാഗവും പാടില്ല. തറയായാലും മേൽക്കൂരയായാലും, തറയും മേൽക്കൂരയും കന്നിമൂലയേക്കാൾ പൊങ്ങി വേറൊരു ഭാഗം പാടില്ല, ഈശാനുമൂലയേക്കാൾ താഴ്ന്നും വേറൊരു ഭാഗം പാടില്ല. ഏറ്റവും താഴ്ന്നിരിക്കുന്ന ഈശാനുമൂല ആയിരിക്കണം, ഏറ്റവും പൊങ്ങിയിരിക്കുന്ന കന്നിമൂല ആയിരിക്കണം. അല്ലെങ്കിൽ എല്ലാം ഒരേ ലെവലാകാം, കംപ്ലീറ്റ് ഒരേ ലെവലായാലും ഓക്കെയാണ്. അഥവാ ഏതെങ്കിലും പൊക്കം കൂടിയ കന്നിമൂല ആയിരിക്കണം ഏറ്റവും പൊങ്ങിയത്. 2 ലെവലിലുള്ള 2 അതിൽ കൂടുതലോ ലെവലിൽ തറയോ റൂഫോ വരികയാണെങ്കിൽ ഏറ്റവും പൊങ്ങിയത് കന്നിമൂല ആയിരിക്കണം, ഏറ്റവും താഴ്ന്നത് ഈശാനുമൂല ആയിരിക്കണം. അത് ക്ലിയർ ആയെന്നായിരിക്കും. കന്നിമൂലയേക്കാൾ പൊങ്ങിയും ഈശാനുമൂലയേക്കാൾ താഴ്ന്നും മറ്റേതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ പൊങ്ങിയ ഭാഗം താഴ്ക്കുക, അല്ലെങ്കിൽ താഴ്ന്ന ഭാഗം പൊക്കി നമുക്ക് കറക്റ്റ് ചെയ്യാം. സാധിക്കുമെങ്കിൽ, അങ്ങനെ ചെയ്യാൻ അവിടെ സാധിക്കുമെങ്കിൽ, അത് പ്രാക്ടിക്കലായിട്ട് സാധിക്കുമെങ്കിൽ താഴ്ന്ന ഭാഗം പൊക്കി ചെയ്യാം, പൊങ്ങിയ ഭാഗം താഴ്ത്തി ചെയ്യാം. ചിലപ്പോൾ കാർഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞാണ് വേണമെങ്കിൽ പൊക്കിയിട്ട് സ്റ്റോപ്പ് പോലെ കയറാൻ സ്റ്റോപ്പ് കൊടുക്കാം. അങ്ങനെയൊക്കെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പൊങ്ങിയ ഭാഗം താഴ്ത്തിയോ
അല്ലെങ്കിൽ താഴ്ന്ന ഭാഗം പൊക്കിയോ ദോഷം പരിഹരിക്കാം. നമ്മൾ പറഞ്ഞാണിത്. അല്ലെങ്കിൽ താഴ്ന്ന ഭാഗത്ത് ലെവൽ കറക്ഷൻ പിരമിഡ് വെക്കണം. അത് താഴ്ന്ന ഭാഗത്ത് വെക്കാം. താഴ്ന്ന ഭാഗത്ത് ലെവൽ കറക്ഷൻ പിരമിഡ് 5 എണ്ണമാണ്. ഒരു 5 എണ്ണം, 4 മൂലയ്ക്ക് 4 എണ്ണം, നടുക്കൊരെണ്ണം ലെവൽ കറക്ഷൻ പിരമിഡ് സ്ഥാപിച്ചും കറക്റ്റ് ചെയ്യാം. ഈ ലെവൽ കറക്ഷൻ പിരമിഡ് വെക്കുമ്പോൾ എല്ലാ പിരമിഡും നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കണം. അതിന്റെ പടമുണ്ട്. ഇപ്പൊ സൗത്ത് വെസ്റ്റ് ഇവിടെ താന്നിരിക്കുക, ആ ഒരു പോലെ ഇപ്പൊ കാർ പോർച്ചോ എന്ത് താന്നിരിക്കുകയാണെന്നിരിക്കട്ടെ, ഇത് കാർ പോർച്ചോ താന്ന ലെവലിലാണ്. അവന് പിരിമിഡ് വെക്കേണ്ടത് 4 മൂലയിൽ 4 എണ്ണം, നടുക്ക് ഒരെണ്ണം, അങ്ങനെ 5 പിരമിഡ്. എല്ലാ പിരമിഡും നോർത്തിലേക്ക് ഫേസ് ചെയ്യണം. അതിന്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. ഇതാണ് അതിന്റെ കാർപോർച്ചിൽ ഇങ്ങനെ താന്നു വന്ന ഏതെങ്കിലും മുറി താന്നു വന്നാൽ താന്നു വരുന്ന മുറിയിൽ ലെവൽ കറക്ഷൻ പിരമിഡ് കൊടുക്കുക. അത് പൊക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും നല്ലത് പൊക്കാണ്. കൺസ്ട്രക്ഷനിൽ കൂടെ കറക്റ്റ് ചെയ്താണ് ഏറ്റവും നല്ലത്. പിരമിഡ് അത് കഴിഞ്ഞേ ഉള്ളൂ. താന്ന ഭാഗം പൊങ്ങുക, അല്ലെങ്കിൽ പൊങ്ങി ഏതെങ്കിലും ഭാഗം പൊങ്ങി കൂടുതൽ പൊങ്ങി ഇരുന്ന് അത് താക്കാമെങ്കിൽ താക്കുക. അങ്ങനെ എല്ലാം ഒരേ ലെവലാക്കുക. ഇതിപ്പം റൂഫും താന്നു വരുന്നു കേട്ടോ. ഇത് ഒരു ഭാഗത്ത് റൂഫാണ്, ഇത് വേറെ ഭാഗത്ത് റൂഫാണ്. ഇങ്ങനെ റൂഫ് 2 ലെവലിൽ വരികയാണെങ്കിൽ ഇവിടെ കന്നിമൂലയാണെന്നിരിക്കട്ടെ, ഈ താന്ന ഭാഗം കന്നിമൂല റൂഫ് താഴാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെയുള്ള ഈ ഭിത്തി പോലെ ഇങ്ങനെ താന്നു വരുന്ന ചുറ്റും കാണും. അപ്പൊ അവിടെയും 5 ലെവൽ കറക്ഷൻ പിരമിഡ് സ്ഥാപിക്കണം. അത് വേണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ളത് ഒരു സ്റ്റാൻഡ് പോലെ ചെയ്തിട്ട് അതിനെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ ഈ ഭിത്തി അകത്തോട്ട് കയറ്റി വെക്കാം. ഭിത്തി ആവശ്യം ഘനമുണ്ടെങ്കിൽ ഒരു 3.5 സെന്റിമീറ്റർ വരത്തുള്ളൂ ഈ പിരമിഡ് സാധനം. അപ്പോൾ 3.5 സെന്റിമീറ്റർ ഒരു 4-4.5 സെന്റിമീറ്റർ കുഴി ഉള്ളിലേക്ക് എടുക്കാമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ട് കയറ്റി വെക്കാം, ഭിത്തിക്കകത്തോട്ട് കയറ്റി വെക്കാം. കുറഞ്ഞത് 4 എണ്ണം നല്ല ശരിക്കും ഏറ്റവും പറ്റുമെങ്കിൽ, കാരണം നടുക്ക് വെക്കുമ്പോൾ കാല് തട്ടാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് 4 എണ്ണം മതി എന്ന് പറഞ്ഞേക്കുന്നതാണ്. 5 എണ്ണം വെക്കാൻ സാധിക്കുമെങ്കിൽ 5 എണ്ണം വെക്കണം. 12ാമത്തെ ബീം കറക്ഷൻ. നമുക്ക് ഈ ബീമിന്റെ താഴെയൊക്കെ കൂടുതൽ ഇടുന്ന ഞാൻ ബീം ഒരു വെയിറ്റ് താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈക്വൽ ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് താഴോട്ട് വരും. അപ്പൊ ആ ഫോഴ്സ് ഒരു 5 ഡിഗ്രി ചരിവിലാണ് അത് വരുന്നത്. ആ ഭാഗത്ത് നമ്മൾ ഈ കൂടുതൽ സമയം ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെയാണെങ്കിൽ കൂടുതൽ അഫക്റ്റ് ചെയ്യും ബീം കറക്ഷൻ. അതിന് സീലിംഗ് കിറ്റ് വയ്ക്കുക എന്നുള്ള ഒരു പരിഹാരമാണ്. രണ്ടാമത് ഒരു ഓടക്കുഴൽ കൊണ്ട് ഒരു ഫെങ്ഷിയുടെ ഒരു പരിഹാരമുണ്ട്. താഴേക്ക് തള്ളി നിൽക്കുന്ന ബീമുകൾ പ്രതികൂല ഊർജ്ജ സ്രോതസ്സുകളാണ്. അത് പ്രതികൂല ഊർജ്ജം, അതായത് നെഗറ്റീവ് എനർജി അതിൽ നിന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നേരെ താഴെ നമ്മൾ നിൽക്കുമ്പോഴോ അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യും. ഫാൾ സീലിംഗ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു കറക്ഷനാണ്. ആ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കാണാതെ ഫാൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ സീലിംഗ് കിറ്റ് കൊടുക്കുക. നേരത്തെ പറഞ്ഞു സീലിംഗ് കിറ്റ് കൊടുക്കുക. സീലിംഗ് കിറ്റ് ഇങ്ങനെ ആ ബീമില് പിന്നെ രണ്ട് മൂലയ്ക്കും ഒരു ബീം ഇങ്ങനെ ബീമിന്റെ 2 എൻഡിലും 2 എണ്ണം തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. പിന്നെ 2ന്റെ കൂടെ ദൂരം 3 മീറ്റർ കുറവാണെങ്കിൽ 2 എണ്ണം മതി. 3 മീറ്റർ കൂടുതലാണെങ്കിൽ ആവശ്യത്തിനുള്ളത് ഇടയ്ക്കും കൊടുക്കണം. പിന്നെ ഓടക്കുഴലിലുള്ള ഞാൻ പറഞ്ഞ ഒരു ഫെങ്ഷിയിലുള്ള അതിനെ പടം കാണിച്ചു തരാം. ഓടക്കുഴലിലുള്ള ഒരു കറക്ഷനുണ്ട്. അതായത് ഇതിങ്ങനെ ഇതാണ് ബീം എന്നിരിക്കട്ടെ, മുകളിലൊരു ബീം ഇങ്ങനെ താഴോട്ട് തള്ളി നിൽക്കുകയാണ്. അതിങ്ങനെ ബീം ഇങ്ങനെ ഒരു ഓടക്കുഴലിനെ ചരിച്ച് വെച്ചിട്ട് അതിങ്ങനെ കെട്ടിയിടണം. അതിങ്ങനെ ചുവന്ന റിബൺ വെച്ച് വേണം ഇങ്ങനെ കെട്ടാൻ. ബീമിന്ന് ഒരു ഹുക്കോലം കൊടുത്ത് ചുവന്ന റിബൺ വെച്ച് ഇങ്ങനെ കെട്ടി വെക്കണം. അപ്പൊ ഈ ആംഗിൾ ഈ ചരിഞ്ഞാണ് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കണത്. ഈ ആംഗിള് 45 ഡിഗ്രി ആയിരിക്കണം. ചുവന്ന റിബൺ ആ ആംഗിൾ ഇപ്പൊ ആ ഓടക്കുഴലും ഇതിന്റെ ഇവിടെ നിന്നുള്ള വെർട്ടിക്കലായി ഈ നൂലും തമ്മിലുള്ള ഈ ആംഗിള് 45 ഡിഗ്രി ആയിരിക്കണം. ഇങ്ങനെ ബീമി കെട്ടിക്കഴിഞ്ഞാല് അത് പിന്നെ ഈ ബീം എനർജിയുടെ കൊണ്ടുള്ള ദോഷം കുറയ്ക്കാൻ നല്ലതാണെന്നാണ് ഫെങ്ഷിയിലുള്ള ഒരു ഇതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാറ്റുകയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക എപ്പോഴും വേണമെങ്കിലും. നീളം വല്ലോ എന്താ സാറേ? അതാ ഓടക്കുഴലേ സാറേ?
ആ അതിന് നീളം സംബന്ധിച്ച് എന്തെങ്കിലും സാധാരണ സ്റ്റാൻഡേർഡ് ഓടക്കുള്ളിൽ വെച്ചാൽ മതി. ആ സാധാരണ ഈ ഓടക്കുള്ളൊക്കെ വായിക്കുന്നവരുടെ അവിടെ കാണുമല്ലോ, അതിന്റെയൊക്കെ ഒരു നീളം, അതിന് പ്രത്യേകിച്ച് നീളം ഇത്ര എന്ന് പറയുന്നില്ല, ഒരു ഓടക്കുള്ളിന്റെ സാധാരണ ഓളം. അപ്പൊ അതിന്റെ നീളത്തിനനുസരിച്ച് അതിനകത്ത് ഹോളും കാണും. നീളം കൂടുതലാണെങ്കിൽ ഹോള് കൂടുതലാണ്. അപ്പൊ സാരമില്ല, സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഓടക്കുള്ളിലൊക്കെ വായിക്കുന്ന പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഓടക്കുല്ല്, അതുപോലത്തെ ഓടക്കുല്ല് മതി. ഈ സംഗീത അവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ മ്യൂസിക് റൈറ്റേഴ്സ് വീണയൊക്കെ വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഈ ഓടക്കുല്ല് വാങ്ങിക്കാൻ കിട്ടും. നല്ല സ്റ്റാൻഡേർഡ്, പക്ഷെ കുറച്ച് വില കൂടുതലായിരിക്കും. മറ്റേ നമ്മൾ ഈ വെറും പിന്നെ ഉത്സവ സ്ഥലത്തൊക്കെ വാങ്ങിക്കുന്നതായിരിക്കില്ല. ഇത് കുറച്ചുകൂടെ വില കൂടുതലായിരിക്കും. പക്ഷെ നല്ല അത് നമ്മൾ ഡ്രോയിങ് റൂമിലൊക്കെ ആണെങ്കിൽ വരുമ്പോൾ ഇച്ചിരി ഭംഗിയുള്ള ഇടുന്നതാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് നല്ല നീറ്റായിട്ടുള്ള കിട്ടും. കേൾക്കില്ല. ബീമിനെ നീളം കൂടുതലാണെങ്കിൽ ഒറ്റ ഓടക്കുഴൽ മതിയാവോ? ഇടയ്ക്ക് ബ്രേക്ക് ഇല്ലാത്ത ഒറ്റ ബീമാണ് ഒരു ഓടക്കുള്ളൂ. അതിന്റെ മധ്യത്തിലായിട്ട് കറക്റ്റ് സെന്ററിൽ കൊടുക്കണം. ബീമിന്റെ കറക്റ്റ് സെന്ററിൽ വേണം ഓടക്കുള്ളൂ കൊടുക്കാൻ. അപ്പൊ ഈ ബീമിന്റെ അടിവശത്ത് നമ്മളൊരു ചെറിയ ഈ പ്ലൈവുഡ് പോലത്തെ അല്ലെങ്കിൽ മരം കൊണ്ടോ അടിവശം മാത്രം ഒട്ടിച്ചു വെച്ചാൽ മതിയാവും? അതോ ഫുള്ള് കവർ ചെയ്യണം? അല്ലല്ല, അത് ഫാൾ സീലിംഗ് ആയിട്ട് കംപ്ലീറ്റ് ആണ്. ഏത് മുറിയിലാണോ ആ മുറി കംപ്ലീറ്റ് ആയിട്ട് ഫാൾ സീലിംഗ് ചെയ്യണം. അടിവശത്ത് മാത്രം പോരാ? അല്ല, ബീമിനേക്കാൾ അപ്പോൾ താഴ്ത്തി അത് കംപ്ലീറ്റ് ആയിട്ട് ഫാൾ സീലിംഗ് ചെയ്യും. അടിവശത്ത് മാത്രം കൊടുത്താൽ പോരാ. ഓക്കെ, അപ്പൊ അടുത്തതിലോട്ട് പോവാണ്. ഓടക്കുഴൽ. ഒരു പുരയിടത്തിൽ 2 വീടുകൾ. ചില അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള നമുക്കിടയിൽ ഒരു മതിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാരുണ്ട് ഇടയ്ക്ക്. ഞാൻ ചിലയിടത്തൊക്കെ ഇങ്ങനെ 2 വീടുണ്ട്, വളരെ ക്ലോസ് ആയിട്ടുള്ളവർ താമസിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു മതിൽ വേണ്ടാമെങ്കിൽ മതിൽ കെട്ടായിരിക്കും. 2 പേർക്കും ദോഷമാണ്, 2 വീട്ടുകാർക്കും ദോഷമാണ്. അപ്പൊ എപ്പോഴും അല്ലെങ്കിൽ അത് ദിശാലിയായിട്ട് ചെയ്യണം. 2 വീട് ഒരു വാസമണ്ഡലത്തിൽ 2 വീട് ചെയ്യണമെങ്കിൽ ദിശാലിയായിട്ടേ ചെയ്യാവൂ. അതിന് പ്രത്യേക ശാലയുടെ ഓരോന്നിനും പ്രത്യേക അളവുകളൊക്കെ വേണം. അത് ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറുമായിട്ട് ചെയ്യാം, തെക്കും വടക്കുമായിട്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ദിശാല നിയമങ്ങൾ. അപ്പോൾ ഒന്ന് കിഴക്കിനി ഒന്ന് പടിഞ്ഞാറ്റിനായിട്ട് വരണം. അത് 2 മധ്യത്തിലേക്ക് ഫേസ് ചെയ്യണം. മധ്യത്തിലുള്ള സ്ഥലം അങ്കണത്തിന് ആവശ്യമുള്ള സ്ഥലം വേണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ 2 വീട് ഇങ്ങനെ വരുന്നു, ഒരു വാസ്തുമണ്ഡലത്തിനകത്താണ്. ഇത് ദിശാല അല്ലാതെ 2 ഏകശാലകളാണെങ്കിൽ ഈ 2 വീട്ടുകാരും ദോഷമാണ്. അതിനിടയ്ക്ക് നമ്മളിങ്ങനെ മതിൽ കെട്ടണം. ആ മതിൽ കെട്ടുമ്പോൾ 2 പേരുടെയും സ്ഥാനദോഷമൊന്നും വരാൻ നോക്കണം. ഈ 2 വീട്ടുകാർക്ക് സ്ഥാനദോഷം വരാൻ പാടില്ല. അതുപോലെ പിശാച വീതിക്ക് തടസ്സം വരാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യമെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ ഓരോ ഇത് പ്രത്യേക ഒരു വാസ്തുമണ്ഡലമാവും, ഇത് പ്രത്യേക വാസ്തുമണ്ഡലമാവും. അപ്പോൾ ഓരോ വാസ്തുമണ്ഡലത്തിനും ചുറ്റളവ് നന്നായിരിക്കണം. പരിഹാരം: മതിൽ കെട്ടിത്തിരിക്കുക. ആ മതിലിന്റെ അടിവശം മിനിമം ഒരടിയെങ്കിലും താഴ്ച വേണം മണ്ണടിയിലോട്ട്. സ്ഥാനം, അതായത് അങ്ങനെ വരുമ്പോൾ സ്ഥാനദോഷം വരാതെ നോക്കണം, പിശാചവീതിക്ക് തടസ്സം വരാതെ നോക്കണം, ദണ്ഡാകൃതി ആകാതെ നോക്കണം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പുരയിടത്തിന്റെ ഒരളവ് പകുതിയോളം ആവും. അപ്പൊ അങ്ങനെ വരുമ്പം ആ പുരയിടത്തിന് വസ്തുവിന് ദണ്ഡാകൃതി വരാതെ നോക്കണം. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ. 14-ാമത്തെ കട്ടിലിന് അഭിമുഖമായുള്ള കണ്ണാടി. കട്ടില് നമ്മളൊരു ബെഡ്റൂമിൽ കണ്ണാടിയൊക്കെ വെക്കുമ്പോൾ കട്ടിൽ അത് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ആ കട്ടിലിൽ കിടക്കുന്നവർക്ക് നല്ലതല്ല. അപ്പൊ അതിനെ ഒന്ന് ആ കണ്ണാടി കർട്ടനിട്ട് കുറച്ച് കട്ടിയുള്ള കർട്ടനിട്ട് മറയ്ക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്ക് കർട്ടൻ മാറ്റി നോക്കാം. അപ്പൊ അങ്ങനെ ചെയ്താൽ നല്ല കട്ടിയുള്ള കർട്ടൻ വെച്ച് മറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കണ്ണാടി അവിടുന്ന് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചില അലുമാരിയിലൊക്കെ ചിലപ്പോൾ കണ്ണാടി കാണും. അതാണ് ആ അലുമാരിയുടെ ഉള്ളിലാക്കുക കണ്ണാടി. തുറന്നാലേ നമുക്ക് മുഖം നോക്കാൻ ഒക്കുള്ളൂ. അങ്ങനെയാക്കാം. അപ്പോൾ അതെന്റെ കറക്ഷൻ അതാണ്. 15-ാമത്തത് കിഴക്ക് വടക്ക് ദിശകൾക്ക് അഭിമുഖമായ കണ്ണാടികൾ. നമുക്കറിയാം, ഒരു വീട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ദോഷത്തിൽ ഇത് പറഞ്ഞതാണ്. കിഴക്ക് നിന്നും വടക്ക് നിന്നൊക്കെ നമുക്ക് പോസിറ്റീവ് എനർജി വരും ഏറ്റവും കൂടുതൽ. ആ പോസിറ്റീവ് എനർജിയെ ഫേസ് ചെയ്ത് കണ്ണാടി വെച്ചാൽ ആ വരുന്ന പോസിറ്റീവ് എനർജി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചങ്ങ് പോകും. നമ്മുടെ ആ മുറിയിൽ റീറ്റേറ്റ് നിൽക്കില്ല. അപ്പൊ അതിന് നമ്മൾ അങ്ങനെ വരുന്നത് ശരിക്കും പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ ആണെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന പോസിറ്റീവ് എനർജി അല്ല. അപ്പൊ അതുകൊണ്ട് അതിന് ദോഷമില്ല. കിഴക്കും വടക്കും അഭിമുഖമായിട്ട് ചെയ്യുന്ന കണ്ണാടികൾ പോസിറ്റീവ് എനർജിയെ റിഫ്ലക്ട് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെ നല്ലതല്ല. അപ്പൊ അതിനെ ഒന്നുകിൽ അത് മാറ്റുക, അവിടുന്ന് മാറ്റി തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഫേസ് ചെയ്യത്തക്കോണം കണ്ണാടിയെ മാറ്റുക.
അതങ്ങനെ മാറ്റാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ഒരു കർട്ടൻ, കട്ടിയുള്ള കർട്ടൻ ഇടുക. ആവശ്യമുള്ളപ്പോൾ കണ്ണാടി നോക്കേണ്ടപ്പോൾ നോക്കുക, ഇല്ലാത്തപ്പോൾ അത് ആ കർട്ടൻ മാറ്റി നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണാടിക്ക് വേറൊരു ഇതുകൊണ്ട്, ആ കണ്ണാടിയുടെ 4 മൂലകളിലും 4 നമ്മൾ നേരത്തെ എനർജി ബാലൻസർ എന്ന് പറഞ്ഞൊരു പഠിച്ചിട്ടുണ്ട്. എനർജി ബാലൻസർ, അതായത് ചെറിയ ഈ എനർജി ചിപ്സ് അല്ലെങ്കിൽ എനർജി ബാലൻസ് എന്ന് പറയും. കഥകിന്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടി 3 എണ്ണം വയ്ക്കുന്നതായിട്ട് ഒരു ഇഞ്ച് നീളം 1 ഇഞ്ച് വീതി ചെറിയ സാധനമാണ്. 9 ചെറിയ പിരിമിഡൊക്കെ കാണും. അതൊരു 4 എണ്ണം കണ്ണാടിയുടെ 4 മൂലയിൽ നടുക്ക് വേണ്ട 4 മൂലയിൽ ഒട്ടിച്ചു വെച്ചാൽ അതും ഈ ഇതിന് പിന്നെ കിഴക്ക് വടക്ക് ഫേസിന് ദിശ, അത് കട്ടിലിന് അഭിമുഖമായ കണ്ണാടിക്ക് അത് പോരാ. കിഴക്ക് വടക്ക് ദിശകൾക്ക് അഭിമുഖമായ കണ്ണാടിക്ക് അത് ഒരു കണ്ണാടിക്ക് 4 എണ്ണം വീതം ചെയ്യണം. അങ്ങനെയും ചെയ്യാം. 16ാമത്തത്, അത് പിന്നെ പുസ്തകത്തിലുള്ളതൊക്കെ, ബ്രഹ്മസ്ഥാനത്ത് സ്റ്റെയർ കേസ് വരിക. സ്റ്റെയർ കേസിന് വളരെ മോശമായ സ്ഥലമാണ് ബ്രഹ്മസ്ഥാനം. മധ്യം 9ആയിട്ട് തിരിക്കുക, മധ്യം വരുന്ന ഭാഗം. ഒരു സ്റ്റെപ്പ് പോലും ബ്രഹ്മസ്ഥാനത്ത് വരാൻ പാടില്ല എന്നാണ്. സ്റ്റെയർ കേസിന്റെ ഒരു സ്റ്റെപ്പ് പോലും വരാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത് സ്റ്റെയർ കേസ് മാറ്റാൻ പറ്റുക മാറ്റുക, അതങ്ങനെ മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണെങ്കിൽ അതിന് പ്രയാസമാണ്. പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് സാധിച്ചില്ലെങ്കിൽ മാക്സിമം ഗോൾഡൻ കളർ. നമുക്കറിയാം ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിന്റെ സ്വാധീനമുള്ള സ്ഥലമാണ്. ആകാശത്തിന് ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഗോൾഡ് കളർ, സ്വർണ്ണ നിറം ഉള്ളത്. അതുകൊണ്ട് സ്വർണ്ണ നിറത്തിന് മാക്സിമം, അതായത് സ്വർണ്ണ നിറത്തിലുള്ള മാറ്റ് താഴെ വിരിക്കുക, മോൾ വശം സീലിംഗിൽ സ്വർണ്ണ പെയിന്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഗോൾഡൻ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഈ കണ്ണാടി ഷീറ്റ്, മിറർ ഷീറ്റ് എന്ന് പറഞ്ഞ ഗോൾഡൻ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഒരു ഷീറ്റ് വെച്ചാൽ അത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗോൾഡ് കളറിൽ ഉള്ള ഷീറ്റുണ്ട്. അപ്പൊ അത് പിന്നെ സീലിംഗിൽ ഒട്ടിക്കാം, സീലിംഗിലും ഭിത്തിയിലും ഒട്ടിക്കാം. തറയിൽ അത് ഒട്ടിക്കില്ല, ചവിട്ടി അടക്കാൻ അത് കേടായി പോകും. തറയിൽ നമ്മൾ ഒന്നുകിൽ സ്വർണ്ണ നിറത്തിലുള്ള കാർപ്പറ്റ് ഇടാം, അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള ടൈൽസ്, സ്വർണ്ണത്തിന് വളരെ അടുത്തുള്ള കളറൊക്കെ ഉള്ള ടൈൽസ് കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ടൈൽസ് ഇടാം. അതൊക്കെ ബ്രഹ്മസ്ഥാനത്ത് സ്റ്റെയർ കേസ് വരുന്നതിനുള്ള മാക്സിമം ആ ബ്രഹ്മസ്ഥാനത്തിന് ഗോൾഡ് കളർ കൊടുക്കുക. അതാണ് അതിന്റെ പ്രധാന പ്രതിവിധി. അല്ലെ അതവിടുന്ന് മാറ്റുക. ഇനി 17ാമത്തത് ഭിത്തി മുട്ടതിരി വേദങ്ങൾ. ഭിത്തിവേദവും മുട്ടതിരി വേദവും. ഭിത്തിവേദം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഒരു മുറിക്കകത്ത് തന്നെ, അല്ല ഒരു മുറിക്കകത്ത് ഒരു വീടിനകത്ത് തന്നെ 2 ഭിത്തി ഇങ്ങനെ വരുന്നു. അതിനിടയ്ക്ക് കഥയില്ലാതെ, അല്ലെങ്കിൽ ഒരു ഭിത്തി ആയാലും മതി, നേരെ കഥയൊന്നും ഇല്ലാതെ ഇങ്ങനെ എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിലെ ഒരു എനർജി പാസ് ചെയ്യും. അതിലെ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നവർക്ക് ആ എനർജി എഫക്ട് ചെയ്യും. അത് നെഗറ്റീവ് എനർജി വരും. മുട്ടതിരി പറഞ്ഞാൽ അടുത്ത വീട്ടിലെ 2 കോമ്പൗണ്ട്, രണ്ട് കോമ്പൗണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഭിത്തി വരികയാകുമ്പോൾ ആ ഭിത്തി നമ്മുടെ വീടിന് നേരെ വരികയാണെങ്കിൽ അതിൽ കൂടി ഒരു നെഗറ്റീവ് എനർജി വരും. അതാണ് മുട്ടതിരി വേദം. കാണാം ഇവിടെ. ഇതൊരു മുറി, ഇത് മുട്ടതിരി വേദമാണ്. ഇതൊരു 3 കോമ്പൗണ്ടാണ്. 3 വീടിന്റെ 3 കോമ്പൗണ്ടാണ്. ഇത് വീട്, ഇത് അപ്പുറത്തൊരു കോമ്പൗണ്ട് വാള്. അവിടെ വീട് വേണം നിർബന്ധമില്ല. അത് ഇവിടെ ഒരു കോമ്പൗണ്ട് വാള്. ഇങ്ങനെ ഇതെല്ലാം കോമ്പൗണ്ട്, അതായത് 3 ഈ മുകളിൽ താഴോട്ടുള്ള ഇത് അവരിവിടെ ഈ നീളത്തിൽ കാണുന്ന കംപ്ലീറ്റ് ഇതെല്ലാം ഈ വീട്, ഈ 3 വീടുകൾ ഇവിടെ വീടില്ലായിരിക്കാം, പക്ഷെ കോമ്പൗണ്ട് വാള് ചിലപ്പോൾ നേരത്തെ കെട്ടിയിട്ടേക്കായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ വാളിന്റെ നേരെയാണ് നമ്മുടെ ഈ വീട് വരുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിനാണ് മുട്ടതിരി വേദം എന്ന് പറയുന്നത്. മുട്ടതിരി വേദം വരികയാണെങ്കിൽ ഇവിടെ ഇത് നമ്മുടെ വീടിന്റെ ഭാഗത്ത് വരുന്ന ഭാഗത്ത് ഈ മതിലിനോട് ചേർത്ത് ഇവിടെ കുറച്ച് കട്ടിയായിട്ട് കരിങ്കല്ലോ വല്ലോ ഇട്ട് ഈ മതിലിലേക്ക്, ഇപ്പോൾ ഉള്ള മതിലിനേക്കാൾ ഒരു അരയടിയെങ്കിലും പൊക്കം കൂട്ടി ഒരു കരിങ്കല്ലോ വല്ലോ ഇട്ട് ഇവിടെ ഇങ്ങനെ ഒരു മതിലൊരു തൂണ് പോലെ ചെയ്യാം. ഈ മതിലിന്റെ നേരെ ഇങ്ങോട്ട് അതിന്റെ നെഗറ്റീവ് എനർജി വരാതിരിക്കാൻ നല്ല കട്ടിയുള്ള പിന്നെ കരിങ്കല്ലോ അല്ലെങ്കിൽ കോൺക്രീറ്റോ എല്ലാം കൊണ്ട് ഇങ്ങനെ തൂണ് ചെയ്യണം. അതിങ്ങനെ വരണം. ഒരടി ഇങ്ങോട്ട് പറ്റും 2 അടി വീതിയിൽ ഇങ്ങനെ ഒരു തൂണ് ചെയ്യുക. അത് താഴെ നിന്ന് മണ്ണിൽ നിന്ന് വന്നിട്ട് അപ്പുറത്തെ ഈ മുട്ടതിരി വേദം ഉണ്ടാക്കുന്ന ഭിത്തിയേക്കാൾ 1/2 അടി കൂടെങ്കിലും മിനിമം പൊങ്ങിയിരിക്കണം. അങ്ങനെ ഇവിടെ ചെയ്തിട്ട് ഇവിടെ ഒരു പാക്കോമറോട് വയ്ക്കുക. ഇതിന്റെ നേരെ ഈ വീട്ടിലെ ഒരു പാക്കോമർ 2 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 100% ദോഷം മാറും. പിന്നെ വേറൊരു പരിഹാര സാധനം ഇങ്ങനെയുള്ളതിനുള്ളത്, ഇവിടെ നല്ല ഒരുപാട് ഇലകളുള്ള, ഈ ഒറ്റത്തടിയല്ല, അല്ലാതെ ധാരാളം ഇലകളൊക്കെ ഉള്ള എന്തെങ്കിലും വൃക്ഷങ്ങൾ, മരങ്ങളൊക്കെ നട്ടിയാൽ ആ മരങ്ങളുടെ ഇല തടസ്സമായിട്ട് വരുമ്പോൾ ഈ എനർജി ഇങ്ങോട്ട് പാസ് ചെയ്ത് വരും. അതായത് ഇതിപ്പോ ഇത് പാക്കോമറാണ്, അല്ല ഇത് തൂണാണ്, അവിടെ തൂണ് ചെയ്തേക്കാണ്. മതിലിന് ഘനം കൂട്ടുക, തൂണ് വായിക്കുന്ന തൂണ് ചെയ്യുക. അപ്പൊ ഒരു തൂണ് പോലെ പിടിക്കുക ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഒരു ഉദ്ദേശം ഒരു 1-2 അടി 2 സൈഡിലോട്ടും കരിങ്കല്ല് കൊണ്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ നല്ല കട്ടിയായിട്ട് ചെയ്യണം. ഇതിവിടെ പാക്കോമർ വയ്ക്കുക, ഇതിനെ ഫേസ് ചെയ്തുകൊണ്ട് പാക്കോ കണ്ണാടി.
പിന്നെ മരം അതിനകത്തുണ്ടോന്ന് സംശയമുണ്ട്. നോട്ട് ഇതിപ്പോ ഈ ഡോട്ടഡ് ലൈനാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ എനർജി. ഇതിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി ഇങ്ങനെ വരുമായിരുന്നു. അതിന് നമുക്ക് ഈ രണ്ടും കൊണ്ട് ബ്ലോക്ക് ചെയ്യാം. ഈ മുട്ടൊരു വേദം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വേദത്തിനെ നമുക്ക് ഇത് രണ്ടും കൊണ്ട് ബ്ലോക്ക് ചെയ്യാം. ഇത് ഭിത്തി വേദമാണ്. ഇതിപ്പോ ഇവിടെ ആ മൂലയ്ക്ക് ഒരു മുറിയുണ്ട്. ആ മുറിയുടെ ഒരു ഭിത്തി കുറച്ച് ഇവിടെ നീണ്ടിരിക്കുന്നു. നീണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ നേരത്തെ ഇവിടെ കഥകൊന്നുമില്ല, ഓപ്പൺ സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിന് നേരെ കഥകൂടെ വരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഭിത്തി വന്ന ആ ഭിത്തിയുടെ നേരെ ഇവിടെ കഥകൂടെ വരികയാണെങ്കിൽ, ഇവിടെ ഒരു ബെഡ്റൂം ആണെങ്കിൽ ഈ ബെഡ്റൂമിൽ കിടക്കുന്നവർക്ക് ഈ ഭിത്തിയുടെ ഈ ഒരു വേദം നേരെ ഇങ്ങനെ വരും. അത് ദോഷമാണ്. ഇത് ചിലയിടത്തൊക്കെ രണ്ട് സൈഡിലും ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഇതുപോലത്തെ. ഇതാണ് ഭിത്തിവേദം ഈ കാണുന്നത്. അതിന് കറക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകില്ല ഈ ഭിത്തിയുടെ ഈ എൻഡ് ഒരുമാതിരി നല്ല കെർവായിട്ട് ചെയ്യണം, നല്ല കെർവായിട്ട്. അത് ഈ പിന്നെ പ്ലാസ്റ്റിക്കിൽ മാത്രം കെർവ് ചെയ്താൽ പോരാ. ഇവൻ ഇപ്പം ചുടുകട്ടയായിട്ടാണ് കെട്ടിക്കുന്നത്, ചുടുകട്ട വരെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് നല്ലൊരു കെർവായിട്ട് വെക്കണം. ഏറ്റവും നല്ല കെർവ് വരികയാണെങ്കിൽ ഇതിങ്ങനെ കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ പോവില്ല. ഭിത്തിയുടെ അഗ്രം കെർവാക്കുക, കെർവ് ചെയ്തെടുക്കുക. ആ ഭാഗം ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് ആ ചുവന്ന നിറത്തി കാണിച്ചിട്ടുണ്ട്. ഇത് ഭിത്തിയാണ്. ഭിത്തിയുടെ അറ്റം ഇങ്ങനെ കെർവ് ചെയ്തെടുക്കണം. ഇൻഡോർ പ്ലാന്റ്സ്, ഈ ഭിത്തിയുടെ ഇടയ്ക്ക് സ്ഥലമുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുക, അല്ലെങ്കിൽ വിൻ ചെയിൻ തൂക്കിയിടുക, അതൊക്കെ നല്ലതാണ്. എന്നിവ സ്ഥാപിക്കുക. സംശയം കൊണ്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോവാണ്. വരച്ചു എന്ന് വിചാരിക്കുന്നു. വരച്ചു കഴിഞ്ഞാൽ പറയണം, അത് മടിക്കരുത്. അതിലും ഞാൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഒന്നും പറയാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. 18ാമത്തത് മോന്തായ വേദം. ഒരു വീട്ടിലെ പ്രത്യേകിച്ചും ഈ ദിശാല ത്രിശാലയൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെയുള്ള മോന്തായ കൊണ്ട് നേരെ വീട് വന്നു കഴിഞ്ഞാൽ അത് മോന്തായ വേദം വരും. ഇപ്പോഴത്തെ വീട് ഇവിടെ ഏകശാല തന്നെ. ഇതിന്റെ മുകളിൽ കാണുന്ന ഇതാണ് മോന്തായ എന്ന് പറയുന്നത്. ആ മോന്തായത്തിന്റെ അവിടെ ഇങ്ങനെ ഇതാണ് മോന്തായ വേദം. അപ്പൊ അതിന് നേരെ നമ്മുടെ വീട് വരികയാണെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി വരും. ഇവിടെ താമസിക്കുന്നവർക്ക് ദോഷമായിട്ട് വരും. മോന്തായ വേദം അത് നേരെ ഒരു കഥ കൂടെ വന്ന ദോഷം കൂടുതലാണ്. അതിന് ഒരു നല്ലൊരു ഇതിൽ ഈ മോന്തായ നേരെ വരുന്ന ഇവിടെ എവിടെയാണ് നേരെ വരുന്ന ആ ഭാഗത്ത് ഒരു പാർക്കോമർ വയ്ക്കുക, പാർക്കോ കണ്ണാടി. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ മരങ്ങൾ, അതായത് ഇപ്പോൾ ഈ പച്ച നിറത്തിൽ കാണുന്ന ഒരു മരം, നല്ല ഇലകൾ ധാരാളമുള്ള, ഒറ്റത്തടി വൃക്ഷമല്ല, അല്ല ഈ തെങ്ങ കമുക അങ്ങനത്തെ നല്ല ധാരാളം ഇലകളൊക്കെ ഉള്ള താഴെ ഇതിന്റെ നേരെ വരുന്ന ഭാഗത്ത് ധാരാളം ഇലകളുണ്ടെങ്കിൽ ആ ഇലകളിൽ കൂടി അത്ര പെട്ടെന്ന് എനർജി പാസ് ചെയ്ത് പോകില്ല. പടർന്ന ശാഖകളോട് കൂടിയ മരം ആണിത്. ഇതാണ് മോന്തായ വേദത്തിന് പാർക്കോ കണ്ണാടിയും വെക്കുക, ഇതും വെക്കുക. ഈ പാർക്കോ കണ്ണാടി മാത്രം വെച്ചാലും ആവശ്യത്തിന് ആദ്യം, പക്ഷേ ഇതും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ മരം കൂടി ഇടയ്ക്ക് ഉണ്ടെങ്കിൽ. ഇത് ക്ഷേത്രത്തിന് സമീപമുള്ള വീട്. സാറേ ചിത്രം ഒന്നുകൂടി കാണിക്കുന്നു. ഇതല്ലേ? ആ അതന്നെ. ആ സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. ആവശ്യ കഴിവും പറയണം. കഴിഞ്ഞു സാറേ. ഓക്കെ, വേറെ കഴിയാൻ ആരും ഇല്ലല്ലോ. ഏതെങ്കിലും തീർന്നില്ലെങ്കിൽ പറയണം. എപ്പോഴും ആരും ഒന്നും പറയാത്തപ്പോഴാണ് ഞാൻ അടുത്തതിലോട്ടൊക്കെ പോകുന്നത്. ക്ഷേത്രത്തിന് സമീപമുള്ള വീട്, അത് പിന്നെ പുസ്തകത്തിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് സമീപം അവിടുത്തെ പ്രതിഷ്ഠ ഏതാണെന്ന് നോക്കണം. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സൗമ്യമൂർത്തിയാണോ അതോ പിന്നെ ശൗര്യമൂർത്തിയാണോ എന്നുള്ളത് നോക്കണം. അപ്പൊ അത് സൗമ്യമൂർത്തിയാണെങ്കിൽ ഇടതുവശവും പുറകുവശവും നല്ലതല്ല. മറ്റേ പിന്നെ
മറ്റേ അല്ലാതെ ഇത് സൗമ്യമൂർത്തി അല്ലാതുള്ള മൂർത്തിയാണ്, അത് ദേഷ്യമുള്ള അങ്ങനെയുള്ള മൂർത്തിയാണെങ്കിൽ അതിന് വലതുവശവും മുൻവശവും നല്ലതല്ല. അത് പുസ്തകത്തിലുണ്ടത് അതിനെപ്പറ്റി. അപ്പൊ അതങ്ങനെ വരുമ്പോൾ അതിന് ചില പൂജകളൊക്കെ നടത്തിയൊക്കെ ആണ് അതിന് പ്രധാനമായിട്ടുള്ളതിന് പൂജ നടത്തി ചെയ്യുക. അല്ലാതെ പിന്നെ നേരെയുള്ള ക്ഷേത്രത്തിലെ മാറ്റിയ വീടിനെ മാറ്റി വീടോടെ ഏറ്റവും നല്ലത് നേരത്തെ ഇല്ലെങ്കിൽ വീടോടെ വയ്ക്കാതിരിക്കുക. നേരെ പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസിനകത്ത് വരുന്നത് കൂടുതൽ ദോഷമാണ്. അത് പുസ്തകത്തിൽ അതിന് വിരോധമായിട്ട് എഴുതിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്താണെന്ന് എത്ര ദൂരമാണെന്നറിയാം. നക്ഷത്രം അതും പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അതായത് പിന്നെ മഹാക്ഷേത്രങ്ങളാണെങ്കിൽ കൊടിമരവും ബലിക്കല്ലും ഉള്ള ക്ഷേത്രങ്ങളാണ് മഹാക്ഷേത്രങ്ങൾ. അങ്ങനെ ബലിക്കല്ലും കൊടിമരവും ഉള്ള ക്ഷേത്രമാണെങ്കിൽ ശരിക്കും 400 അടി വരെ പാടില്ല എന്നാണ്. അത് പിന്നെ വിഗ്രഹത്തിന്റെ അവിടുന്ന് 400 അടി വരെ ദൂരത്തില് നമ്മൾ പിന്നെ വലത്തുവശവും റൈറ്റ് സൈഡിലും നേരെയും വീട് വരാൻ പാടില്ലെന്നാണ്. പിന്നെ വേറൊരു വീട് നമുക്ക് ബ്ലോക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനടുത്തുള്ള വീട് അത്രയും ദോഷം വരില്ല. ആദ്യത്തെ വീട് അങ്ങേർക്ക് വരുന്ന ആദ്യത്തെ വീടും മിനിമം 400 അടി മഹാക്ഷേത്രത്തിന് വേണം. പിന്നെ അല്ലാതെ പിന്നെ സാധാരണ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ദിവസവും പൂജയുള്ള കൊടിമരവും അതുപോലെ പിന്നെ ബലിക്കല്ലും ഒന്നും ഇല്ല. പക്ഷെ ദിവസ പൂജയുണ്ട്, എല്ലാ ദിവസവും മുടങ്ങാതെ പൂജയുള്ള അമ്പലങ്ങൾ. അങ്ങനെയുള്ള അമ്പലങ്ങളിൽ മിനിമം 100 അടിയെങ്കിലും വേണമെന്നാണ്. മറ്റേ 400 അടി, ഇത് 100 ഫീറ്റ്. പിന്നെ അല്ലാതെ ഈ ചില കുടുംബ വീട്, അതായത് എല്ലാ ദിവസവും പൂജയില്ല, ആഴ്ചയിൽ ഒരിക്കല് അല്ലെങ്കിൽ വാവിൻ്റെ അന്നോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കല് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അങ്ങനെ മാത്രം പൂജയുള്ള ചില അമ്പലങ്ങളുണ്ട്. അങ്ങനെയുള്ള അമ്പലങ്ങൾ മിനിമം 25 അടിയെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് 25 അടി വരെ അതിന്റെ പവർ വരും. അത് കഴിഞ്ഞാൽ ഇല്ലെന്നാണ്. സാറേ എന്റെ വൈഫ് ഹൗസ് ഇതേപോലെ വീടിന് ഫ്രണ്ടിലായിട്ടാണ് ഈ പറയുന്ന 25 അടിയൊന്നും ഇല്ല അവരുടെ കുടുംബക്ഷേത്രമുള്ളത്. അത് പ്രതിഷ്ഠ എന്തുവാണ്? അവിടെ ദേവിയാണ്. ദേവി തന്നെ പല വിധത്തിലുണ്ട്. ദേവി രൗദ്രമൂർത്തി ഉണ്ട്, അതുപോലെ പിന്നെ ശാന്തമൂർത്തി ഉണ്ട്. ദേവി തന്നെ ഇപ്പം പിന്നെ ഇത് ചില ദേവിമാരെ ഇതൊക്കെ ശാന്തമൂർത്തി ഭദ്രകാളിയൊക്കെ ആണെങ്കിൽ രൗദ്രമൂർത്തിയാണ്. രൗദ്രമൂർത്തിയാണ്. അപ്പൊ അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അവിടുത്തെ പൂജയൊക്കെയുള്ള ദിവസപൂജയുള്ള ക്ഷേത്രമല്ലേ? മാസത്തിലൊരിക്കലൊക്കെ മാസത്തിലൊരിക്കലേ ഉള്ളെങ്കിൽ 25 മീറ്റർ. അപ്പൊ 25 മീറ്റർ കുറവാണ് ദൂരമെങ്കിൽ അവിടുത്തെ ആ ക്ഷേത്രത്തിലെ പൂജാരിയെ, അവർക്കായിരിക്കും ഇത് കൂടുതൽ അറിയാതെ, പൂജാരിയെ കണ്ട് ചോദിക്കുക അവിടെ രൗദ്രമൂർത്തിയാണോ അതോ ശാന്തമൂർത്തിയാണോ നോക്കുക. ശാന്തമൂർത്തിയാണെങ്കിൽ ഇടതുവശവും പുറവശവും നല്ലതല്ല, രൗദ്രമൂർത്തിയാണെങ്കിൽ വലതുവശവും മുൻവശവും നല്ലതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നല്ല അല്ലാത്ത ഭാഗത്താണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മളത് പിന്നെ ആ തിരുവേനോട് ചോദിച്ചാലും മതി, വരുന്നതിന് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന് ചില പൂജകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പൂജകളൊക്കെ ഉണ്ട്. സാറേ ഇത് വീടിന്റെ ഫ്രണ്ടിലാണ്? വീടിന്റെ ഫ്രണ്ടിൽ തന്നെ. വീടിന്റെ ഫ്രണ്ടിലായാലും ശരി ഈ മിനിമം ഡിസ്റ്റൻസ് വേണം. അത് ഇതാണെങ്കിൽ മതി. രൗദ്രമൂർത്തി ആണെങ്കിൽ മുൻവശവും വലതുവശവും, ആ പ്രതിഷ്ഠയുടെ മുൻവശവും വലതുവശവും. ശാന്തമൂർത്തി ആണെങ്കിൽ മുൻവശവും വലതുവശവുമാണ് ഈ ദോഷം വരുന്നത്. ശാന്തമൂർത്തി ആണെങ്കിൽ നേരെ തിരിച്ചാണ്, പുറകുവശവും ഇടതുവശവുമാണ് ഈ ദോഷം വരുന്നത്. അപ്പൊ അങ്ങനെ ദോഷം വരുന്ന ഭാഗത്ത് നമ്മുടെ വീട് 25 മീറ്റർ കുറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അപ്പൊ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. വെക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലതായിരുന്നു. പക്ഷെ അതിന് വന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങൾ അവിടുത്തെ തിരുവേനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു തരും. അപ്പൊ ആ പരിഹാരക്രമങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത് രൗദ്രമൂർത്തിയാണോ ശാന്തമൂർത്തിയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും ആരോടെങ്കിലും അടുത്ത വീട്ടുകാരോട് ചോദിച്ചല്ല, ഞാൻ നിങ്ങൾ തന്നെ പലപ്പോഴും ചോദിച്ചപ്പോൾ ചില വീട്ടുകാരോട് ചോദിച്ചപ്പം അവിടുത്തെ ഒരാൾ പറയും ആ രൗദ്രമൂർത്തി, വേറൊരാൾ പറയും ശാന്തമൂർത്തി. അവർക്കൊന്നും അത് ചിലപ്പോൾ അറിയണമെന്നില്ല. ദേവി തന്നെ ദേവിയുടെ പല ചൈതന്യമുണ്ട്, അത് പൂജാവിധികൾ അതനുസരിച്ചാണ്. അപ്പൊ അത് രൗദ്രമൂർത്തിയാണോ ശാന്തമൂർത്തിയാണോ. അപ്പൊ ഏറ്റവും നല്ല അറിയാൻ ചാൻസ് ഉള്ള അവിടുത്തെ പൂജാരിമാർക്കാണ്. അപ്പൊ അവരോട് ചോദിക്കണം ഇത് രൗദ്രമൂർത്തിയാണോ, അതിന്റെ ഭാവം. ഈ ഭാവങ്ങൾ മാറ്റുന്നുമുണ്ട്. ആദ്യം രൗദ്രമൂർത്തി ആയിരുന്നു, അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനെ പിന്നെ നമ്മൾ ആവാഹിച്ച് ശാന്തമൂർത്തിയാക്കി മാറ്റിയ കേസുകൾ വരെ ഉണ്ട് ക്ഷേത്രങ്ങളിൽ. അത് വലിയ ഈ താന്ത്രിക വിധിപ്രകാരം അത് മാറ്റാവും. എല്ലാ പോറ്റുമാർക്കും പറ്റില്ല. പക്ഷെ തന്ത്രിമാർക്കൊക്കെ അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഉള്ള തന്ത്രിമാരൊക്കെ പിന്നെ രൗദ്രമൂർത്തിയുടെ ആ ഭാവം മാറ്റി ശാന്തമൂർത്തിയുടെ ഭാവം ആക്കിയിട്ടുണ്ട് പലയിടത്തും. ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിൽ വരെ ആദ്യം രൗദ്രമൂർത്തി ആയതിനു ശാന്തമൂർത്തി ആക്കിയിട്ടുണ്ട്. കാരണം അത് അന്നൊക്കെ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ രൗദ്രമൂർത്തിയാണെങ്കിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാവും. ശാന്തമൂർത്തിയായാലും ശ്രദ്ധിക്കേണ്ടെന്നല്ല, പക്ഷെ മറ്റതുപോലുള്ള ആയില്ല. അങ്ങനെ നമ്മളവിടെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ ദേവപ്രശ്നം വെച്ചപ്പം ശാന്തമൂർത്തിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആക്കിയിരുന്നു.
20ാമത്തെ മർമ്മദോഷം. നമുക്കറിയാം 100 മർമ്മങ്ങളുണ്ട് ഒരു വാസ്തുമണ്ഡലത്തിന്. പരമശായിക പദവിന്യാസ പ്രകാരം 100 മർമ്മങ്ങളുണ്ട്. ആ 100 മർമ്മങ്ങളുടെ മുകളിലും ഭിത്തി തൂണും വരാൻ പാടില്ല. ഈ 100 മർമ്മങ്ങളിൽ 4 മർമ്മങ്ങൾ മഹാമർമ്മങ്ങളാണ്. അത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചതാണ്. ആ 4 മഹാമർമ്മങ്ങളുടെ മുകളിൽ ഭിത്തിയോ തൂണ വന്നാൽ ഇത് മഹാദോഷമാണ്. അപ്പൊ അത് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വന്നു പോയാൽ പ്രത്യേകം നോക്കാതൊക്കെ ചെയ്യുന്ന വീട്ടിൽ കാണും. അങ്ങനെ മർമ്മദോഷം വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല 100% കറക്റ്റായിട്ട് അതിന് മാറുക എന്ന് പറഞ്ഞാൽ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തികൾ മാറ്റണം. വാസ്തുമണ്ഡലത്തിലെ അതിർത്തികൾ നമ്മൾ ആ അതിർത്തികളെ 9ആയിട്ട് ഭാഗിക്കുമ്പോഴാണ് നമുക്ക് മർമ്മങ്ങൾ വരുന്നത്, നീളത്തിലും വീതിയിലും. അപ്പൊ ആ അതിർത്തികളുടെ നീളമോ വീതിയോ കൂട്ടിക്കഴിഞ്ഞാൽ ഈ മർമ്മങ്ങൾ മാറും. അങ്ങനെ മർമ്മങ്ങളെ മാറ്റി മർമ്മദോഷം മാറ്റാം. അത് 100% എഫക്റ്റീവാണ്. പക്ഷെ കുറച്ച് പ്രയാസം, എളുപ്പമല്ല. ഓരോ മാറ്റി നമ്മളത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ എവിടെയൊക്കെ മർമ്മങ്ങൾ വരുന്നൊക്കെ നോക്കി മർമ്മങ്ങളുടെ മുകളിൽ ഭിത്തിയും തൂണും ഇല്ലാന്നൊക്കെ ഉള്ള ഉറപ്പാക്കിയിട്ട് അങ്ങനെ നോക്കേണ്ടി വരും. അതേസമയം ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് പിന്നെ മർമ്മദോഷത്തിന് നമ്മൾ പഞ്ചശിരസ് വയ്ക്കുക എന്നുള്ളതാണ്. ശരിയായ വിധത്തിൽ പഞ്ചശിരസ് വെച്ച് കഴിഞ്ഞാൽ മർമ്മദോഷം മാറില്ല. മർമ്മദോഷം കൊണ്ട് വീട്ടുകാർക്കുണ്ടാകുന്ന ആ നെഗറ്റീവ് അല്ലെങ്കിൽ ദോഷാവസ്ഥയെ മാറ്റിയെടുക്കും. അത് വാസ്തുമണ്ഡല അതിർത്തി മാറ്റി, അതാണ് ഒന്ന്. പക്ഷെ അത് വളരെ പ്രയാസമാണ്. വാസ്തുമണ്ഡലം പക്ഷെ ഏറ്റവും നല്ലതാണ്, 100% എഫക്റ്റീവാണ് വാസ്തുമണ്ഡലത്തിന് അതിർത്തി മാറ്റി ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഇതിങ്ങനെ ഒരു സൗത്ത് നോർത്ത് നേരത്തെ ഉണ്ടായിരുന്ന വാസ്തുമണ്ഡലം ഇതാണ്. ഈ കറുത്ത് കാണുന്ന വാസ്തുമണ്ഡലം. അതിന്റെ അതിർത്തി നമ്മൾ വടക്കോട്ട് നീട്ടി ഈ ചുവന്ന അതിർത്തി കാണുന്ന നമ്മൾ നീട്ടുകയാണ്. അതിർത്തിക്ക് നീട്ടുന്നു. നീട്ടുമ്പോൾ ആദ്യത്തെ ഈ വടക്കുവറ്റത്തുള്ള അതിന്റെ ഫൗണ്ടേഷനുള്ള കല്ല് വരെ എടുത്ത് മാറ്റണം. എന്നാലേ ഇത് എഫക്റ്റീവായിട്ട് വരുള്ളൂ. അങ്ങനെ ഇങ്ങനെ നോട്ടുമ്പോൾ ഇപ്പൊ നീളം കൂടി, വാസ്തുമണ്ഡലം നീളം കൂടി. അപ്പൊ അങ്ങനെ നീളമൊക്കെ ഉത്തമമായ നീളത്തിൽ കൊണ്ടുവരണം. അങ്ങനെ നീളം കൂടുമ്പം നമുക്ക് പിന്നെ മർമ്മങ്ങൾ മാറും. കാരണം ഇപ്പൊ കൂടിയ നീളത്തിനെ നമ്മൾ 9ആയിട്ട് ഭാഗിക്കണം. നേരത്തെ ഈ കുറഞ്ഞ നീളത്തിന് കറുപ്പ് നിറത്തിനായിരുന്നു 9ആയിട്ട് ഭാഗിച്ചിരുന്നത്. ഇപ്പൊ ആ കറുപ്പും ചുവപ്പും കൂടെ കൂടിച്ചുള്ള ആ ടോട്ടൽ നീളത്തിനെ 9ആയിട്ട് ഭാഗിക്കുമ്പോൾ അതനുസരിച്ച് മർമ്മങ്ങൾ മാറും. അങ്ങനെ മർമ്മങ്ങൾ മാറി ഭിത്തിയുടെ തൂണിന്റെ അടിയിലുള്ള മർമ്മത്തെ മാറ്റിയെടുക്കുക ഏറ്റവും നല്ല അതാണ്. പക്ഷെ അത്ര എളുപ്പമല്ല, ഈസി ആയിട്ട് ഒരു പ്രോസസ് അല്ല. പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ചെയ്യാൻ വളരെ പ്രയാസമുള്ള ജോലിയാണ്. അത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചെയ്താൽ തന്നെയും ചിലപ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ വല്ല മർമ്മദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതായാലും പഞ്ചശിരസ് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. പഞ്ചശിരസ് സ്ഥാപിക്കുക. ഇനി 2 ഇതാണ് അതിന് പരിഹാരം. പഞ്ചശിരസ് സ്ഥാപിക്കുന്ന കറക്റ്റായിട്ട് സ്ഥാപിക്കണം. ഇതിനകത്ത് കാണുന്നു തോന്നുന്നു, നോട്ടെ. അതുകൊണ്ട് ഇത് കഥകാണെങ്കിൽ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. മെയിൻ ഡോറ് അതിൻ്റെ ആ കട്ടിലേക്കാണ് കാണുന്നത്. പ്രധാന വാതിൽ അതിൻ്റെ മുകളിലായിട്ട് മധ്യത്തിൽ ഇങ്ങനെ സ്ഥാപിക്കാം. അതായത് ആ മധ്യഭാഗത്ത് ഇങ്ങനെ സ്ഥാപിക്കാം. അല്ലെങ്കിൽ കതകിൽ കൂടി വെളിയിലോട്ട് ഇറങ്ങുന്ന ആളുടെ വലതുവശം, കതകിൽ കൂടി വെളിയിലോട്ട് ഇറങ്ങുന്ന ആളുടെ വലതുവശത്തിന്റെ മധ്യത്തിൽ ഇത് ഒന്നാമത്തെ സാധനമാണ്. രണ്ടാമത് ഇങ്ങനെ വരും. അത് ഇത് 2. അതായത് കതകിൽ കൂടി വെളിയിലോട്ട് ഇറങ്ങുന്ന ആളുടെ വലതുവശത്ത് ഏതാണ്ട് ആ മധ്യത്തിലായിട്ട്, ഹൈറ്റിന്റെ മധ്യത്തിലായിട്ട് പഞ്ചശിരസ് സ്ഥാപിക്കാം. 2 എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ 3 ഈ ഭാഗത്ത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, 3 ശ്രദ്ധിക്കേണ്ടത് ആ കട്ടിലയ്ക്ക് വേദം വരരുത്. കട്ടില വേദമായിട്ട് പഞ്ചശിരസ് വെക്കാൻ പാടില്ല. കട്ടിലയിൽ നിന്ന് ഒഴിഞ്ഞ വെക്കാം. ഈ 3 സ്ഥലമാണ് വാസ്തുപ്രകാരം പഞ്ചശിരസ് വയ്ക്കാൻ ഏറ്റവും നല്ല സ്ഥലമായിട്ട് പറയപ്പെടുന്നത്. ഇതിലും സംശയമൊന്നുമില്ല വിചാരിക്കുന്നു. അടുത്തോട്ട് പോവാണ്. വരച്ചു കഴിഞ്ഞാൽ വിചാരിക്കുന്നു. അത് താഴെ കാണുന്നതാണ് 3. ഇതോടുകൂടി നമ്മുടെ സിലബസ് തീർന്നു. അപ്പം സമയം ഇപ്പം 9:18. അപ്പോൾ നമ്മളിനി റിവിഷൻ, ഒരു 2 ദിവസങ്ങളിൽ റിവിഷൻ കാണും. റിവിഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യാന്നുള്ളതല്ല, കണക്കുകളായിട്ടുള്ള, അതായത് ആയാതി ഷഡ്വർഗങ്ങൾ, ആയുഷ, പക്ഷാന്തരവയം, അതുപോലെ പിന്നെ പരമാവധി വാസ്തുമണ്ഡലത്തിന്റെ അളവും വീടിന്റെ അളവും വീട് കിഴക്കിനി പടിഞ്ഞാറ്റി അതിൽ ഏതാണെന്നൊക്കെ പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ വീടിന്റെ പരമാവധി നീളവും പരമാവധി വീതിയും കണ്ടുപിടിക്കാം. ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കണ്ടുപിടിക്കാം. വാസ്തുമണ്ഡലത്തിൽ വീടിന്റെ സ്ഥാനം കണ്ടുപിടിക്കുക. അതൊക്കെ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കണക്കുകൾ നമ്മൾ
ഒന്ന് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്യും. ഓരോ കണക്കേ ചെയ്യുള്ളൂ. അതായത് ഇതില് ആയാതി ഷഡ്വർഗ്ഗങ്ങൾ ആയുസ് പക്ഷാന്തരവയം കാണാനുള്ള ഒരു കണക്ക് ചെയ്യും. പരമാവധി നീളവും പരമാവധി വീതിയും കാണാനുള്ള ഒരു കണക്ക്, ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കാണാനുള്ള ഒരു കണക്ക്, സ്ഥാനം കാണാനുള്ള ഒരു കണക്ക്, എല്ലാം ഓരോ കണക്കും ചെയ്യും. ആ കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ നമുക്ക് റിവിഷൻ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഗേറ്റിന്റെ ഒന്ന് നോക്കാം. അത് ഇന്നലെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങൾ കുറച്ച് ക്ലിയർ ആയി കാണുന്നില്ല. കാരണം പിന്നെ ഒന്നും കൂടെ അതൊന്ന് ക്ലിയർ ആക്കാം. അപ്പൊ അങ്ങനെയുള്ളത് പിന്നെ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ റിവൈസ് ചെയ്യും. അപ്പൊ അതിന് റിവൈസ് ചെയ്യാൻ ഈ റിവിഷൻ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് വരണമെങ്കിൽ പഠിച്ചുകൊണ്ടിരണം. അപ്പൊ സംശയങ്ങൾ വരും. പഠിക്കാത്ത സംശയങ്ങൾ വരില്ല. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വല്ല കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ലാലുമായിട്ട് ഡയറക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അത് വരുത്തി അത് നോക്കി ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ കണക്കുകൾ വെറുതെ നോക്കി പഠിച്ചാൽ കാര്യമില്ല, ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ എല്ലാം പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല 9:19 കുറച്ച് നേരം വേണ്ടി സമയമുണ്ട്. നമുക്കിപ്പോൾ പോർഷൻ കംപ്ലീറ്റ് സിലബസ് തീർന്നു. ഇനി ഇതിന്റെ പിന്നെ റിവിഷനും പിന്നെ എക്സാമിനേഷനുമാണ്. ഒരു ബുക്ക് കൂടി ഇല്ലേ നമുക്ക് പിന്നെ എത്ര ബുക്ക് തന്നു? 3 ബുക്ക്. 3 ബുക്കേ ഉള്ളൂ ഉള്ളല്ലേ? 3 പുസ്തകമേ ഉള്ളൂ. സാറേ ഈ പഞ്ചശിരസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സാറേ? പഞ്ചശിരസ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പഞ്ചശിരസ് ഇത് അതിന്റെ പരിഹാരത്തിന് വേണ്ടി സ്ഥാപിക്കണം എന്ന് മാത്രമേ, എവിടെയാണ് സ്ഥാപിക്കണം എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പഞ്ചശിരസ് എന്ന് പറഞ്ഞാൽ 5 ശിരസ്, 5 മൃഗങ്ങളുടെ ശിരസ് സ്വർണത്തിൽ ചെയ്യുന്നതാണ്. സ്വർണത്തിൽ ചെയ്യുമ്പോൾ കിഴക്കുവശത്ത് ആന, പിന്നെ മധ്യത്തിൽ ആമ, പടിഞ്ഞാറ് വശത്ത് സിംഹം, വടക്കുവശത്ത് പന്നി, തെക്കുവശത്ത് പോത്ത്, ഇങ്ങനെ മധ്യത്തിൽ ആമ. ഇതെല്ലാം നടുക്കിരിക്കുന്ന ആമ കിഴക്കോട്ട് നോക്കിയിരിക്കാത്ത കൊണ്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. 4 വശമുള്ള മൃഗങ്ങൾ, അതായത് കിഴക്കുവശത്തുള്ള ആനയും തെക്കുവശത്തുള്ള പോത്തും പടിഞ്ഞാറ് വശത്തുള്ള സിംഹവും വടക്കുവശത്തുള്ള പന്നിയും വെളിയിലോട്ട് നോക്കിയിരിക്കണം. അകത്തോട്ട് നോക്കിയിരിക്കാൻ പാടില്ല, വെളിയിലോട്ട് നോക്കിയിരിക്കുന്ന പോലെ വേണം അത് വയ്ക്കാൻ. അപ്പൊ അങ്ങനെ അത് സാധാരണ അറിയാവുന്ന പൂജാരിമാരൊക്കെ അവരാണ് സാധാരണ ഇത് ചെയ്യുന്നത്. കാരണം ചന്ദനം കൊണ്ട് പഞ്ചശിരസ് വയ്ക്കുന്നത് ഒന്നുകിൽ കോപ്പർ, അതായത് കോപ്പർ കൊണ്ടുള്ള ചെറിയ പെട്ടി, അല്ലെങ്കിൽ ചന്ദനം കൊണ്ടുള്ള പെട്ടി. ഈ ചന്ദനം കൊണ്ടോ കോപ്പർ കൊണ്ടോ ഉള്ള പെട്ടിക്കകത്താണ് പഞ്ചശിരസ് വയ്ക്കുന്നത്. അതിനകത്ത് കുറച്ച് ചന്ദനം ചാലിച്ചിട്ട് അനങ്ങാതിരിക്കാനായിട്ട് ചന്ദനം ചാലിച്ച് അതിലാണ് ഇത് അമർത്തി വെക്കും. ഈ ശിരസ്, അതായത് സ്വർണത്തിൽ ചെയ്യുന്നതാണ്. അത് ശരിക്കും ചെയ്യണം. ഇപ്പം ഈ നമ്മള് എന്താ സ്വർണ്ണക്കടയിൽ ചെന്ന് കഴിഞ്ഞാല് അവരിപ്പോ 1000 രൂപയ്ക്ക് ഒരു പഞ്ചശിരസ് എടുത്ത് തരും. 1000 രൂപ ഇപ്പോഴത്തെ സ്വർണ്ണ വിലയ്ക്ക് 1000 രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണമൊന്നും അതിനകത്ത് ഒട്ടും കാണില്ല. അത് സ്വർണ്ണമൊന്നും ആയിരിക്കില്ല. അത് എന്തെങ്കിലും സ്വർണ്ണം പൂശി, പിന്നെ എന്തെങ്കിലും ടിന്നും വല്ലതും കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇച്ചിരി സ്വർണ്ണം പൂശി അങ്ങനെ തരി, അങ്ങനെയൊക്കെ വല്ലതും ആയിരിക്കും. അല്ല സ്വർണ്ണത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അതിന്റെ വില ഉദ്ദേശം ഒരു പഞ്ചശിരസ് ചെയ്യുന്നതിനൊരു മോർ ദാൻ 30,000, 35,000 രൂപ ഇപ്പം വേണം. ഞാനിപ്പോൾ അടുത്ത ഒരാഴ്ച മുമ്പ് ഒരു വീട്ടിൽ വെച്ചേ ഉള്ളൂ. അപ്പൊ അതിനെനിക്ക് ഒന്ന് 35,000 സംതിങ് ആയി, 35,000 ഇഷ്ടമായി. കറക്റ്റായിട്ട് സ്വർണ്ണത്തിൽ ചെയ്യണ ആ എമൗണ്ടാണ് ഇപ്പോഴത്തെ സ്വർണ്ണത്തിന്റെ വില വയ്ക്കുമ്പോൾ. പഞ്ചശിരസിന് 5 ശിരസുകളും ഒക്കെ ഏതൊക്കെയാന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ വേറെ എന്തെങ്കിലും സംശയമൊന്നുമില്ല. ഇപ്പൊ 2 ദിവസത്തെ ഉണ്ട്. അപ്പൊ ഇനി കാരണം ഞാൻ ഇപ്പം വേണമെങ്കിൽ എനിക്ക് റിവിഷൻ അങ്ങ് തുടങ്ങാമായിരുന്നു. പക്ഷെ ഇപ്പൊ റിവിഷൻ തുടങ്ങിയത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്നിട്ട് റിവൈസ് ചെയ്യുന്നതും പഠിക്കാതിരിക്കുമ്പോൾ റിവൈസ് ചെയ്യുന്നതായിട്ട് ഉള്ള വ്യത്യാസമുണ്ട്. പഠിച്ചുകൊണ്ട് വന്നാൽ റിവിഷൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ആയാതി ഷഡ്വർഗ്ഗങ്ങൾ, ആയുസ് പക്ഷാന്തരമൊക്കെ നമ്മൾ എല്ലാം ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ നോക്കിക്കൊണ്ടുവരിക. ഉത്തമമായ നീളം, പരമാവധി നീളം, പരമാവധി വീതി, ഉത്തമമായ നീളം, ഉത്തമമായ വീതി, സ്ഥാനം കാണുക. അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് വേണം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് വെറുതെ നോക്കുകയല്ല, നോക്കി ചെയ്തുകൊണ്ട് 1-2 കണക്ക് ചെയ്തുകൊണ്ടുവന്നാണ് ഏറ്റവും നല്ലത്. പരീക്ഷയ്ക്ക് പഴയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാ ചെയ്യണം. നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് വരും. ഇപ്പൊ ഞാൻ റിവിഷൻ ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിട്ട് റിവൈസ് ചെയ്താണ് ഏറ്റവും നല്ലത്.
ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അതുമായിട്ടോ, അല്ലെങ്കിൽ ഇതുവരെ എടുത്തതോ, അല്ലെങ്കിൽ ഇനി വാസ്തുവായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ 9:30 ആവുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് ഇന്നിപ്പോ വെറുതെ എടുത്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ റിവൈസ്, പക്ഷെ അത് അടുത്ത ക്ലാസ് നിങ്ങൾ റിവൈസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പ്രയോജനമില്ല. ക്ലാസ് പുതിയ പഠിക്കുന്ന പോലെ പല ക്ലാസ്സിൽ അങ്ങനെ വരുന്നുണ്ട്. ഈ റിവൈസ് ചെയ്യുമ്പോഴും ഇതുവരെ കേൾക്കാത്ത പോലെ ഒക്കെ ഇരിക്കുന്നുണ്ട് പലരും. അപ്പൊ അങ്ങനെ വരുന്നപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ പ്രയോജനം കിട്ടണമെങ്കിൽ നേരത്തെ റിവൈസ് ചെയ്തുകൊണ്ട് വരിക. ചിലവ് മനസ്സിലായില്ല എന്ന് വരാം, ഇടയ്ക്ക് റിവൈസ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. ചില അന്നത്തെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ആ ക്ലാസ്സിലൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ നോക്കിക്കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോക്കിക്കൊണ്ടൊക്കെ വരിക. വന്നാൽ റിവിഷൻ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാവും. വേറെ എന്തെങ്കിലും സംശയമായിട്ട് ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പം 9:30 ആവുന്നു, 9:25 നമുക്ക് വേണമെങ്കിൽ ഇന്ന് നിർത്താം. അവിടെ ഇന്ന് വെറുതെ എടുത്തിട്ടും കാര്യമില്ല, റിവൈസ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾ എടുത്തിട്ടേ കാര്യമുള്ളൂ. സാറേ ഒരു സംശയം. ഈ നമുക്ക് ഇപ്പൊ ഞങ്ങൾക്ക് നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്തെങ്കിലും ഇതേപോലെ വാസ്തുപര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സാറിനെ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൺസൾട്ടേഷൻ പോകുന്നുണ്ട്. അവിടെ പോയി നോക്കേണ്ട കേസാണെങ്കിൽ പോയി നോക്കും. അല്ലാതെ വെറുതെ നേരിട്ട് കൺസൾട്ടേഷൻ അവിടെ വന്ന് സംശയം തീർക്കേണ്ട കേസുകളാണ് അങ്ങനെയും ചെയ്യാം. നമ്പർ അറിയില്ല. അപ്പൊ ഇതിലുണ്ടല്ലോ അല്ലേ? പുസ്തകത്തിലുണ്ട് 9447654876. എടുത്തു പുസ്തകത്തിൽ അതിൽ വീട്ടു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ആക്റ്റീവ് അല്ല. പഴയ പിന്നെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. ശരി സാർ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് അഡ്വാൻസ് കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, പഠിക്കാതിരിക്കുന്ന നോക്കില്ല, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്ത അഡ്വാൻസ് കോഴ്സുകൂടെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ സിലബസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം മറ്റേത് കൂടുതലും പ്രാക്ടിക്കലാണ്. ഇപ്പം നിങ്ങൾക്ക് കൂടുതലും തിയറിയാണ് നമ്മൾ പഠിച്ചതൊക്കെ. അടുത്ത കൂടുതലും പ്രാക്ടിക്കലാണ്. പിന്നെ അഡ്വാൻസ് കോഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ അഡ്വാൻസ് കോഴ്സിൽ പഠിക്കുന്നവർക്കും അഡ്വാൻസ് കോഴ്സ് കഴിഞ്ഞവർക്കുമായിട്ട് വേറൊരു കോഴ്സുണ്ട്. പിന്നെ അതായത് വാസ്തുശാസ്ത്രി എന്നൊരു കോഴ്സുണ്ട്. ആ കോഴ്സ് നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രത്നസ്ഥാപനം അതുപോലെ പിരമിഡ് സ്ഥാപനം അതൊക്കെ നേരിട്ട് കാണാനുള്ള അവസരം കിട്ടും. പ്രാക്ടിക്കലായിട്ട് വെറുതെ തിയറിറ്റിക്കലായിട്ട് പഠിത്തം മാത്രമല്ല, ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ ഈ കട്ട്ള വയ്പ്, പിന്നെ വീട് പാലുകാഴ്ച, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതൊക്കെ നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് അത് വന്ന് നേരിട്ട് കാണാനുള്ള അതിനുള്ള അവസരം കൂടെ കിട്ടി. വാസ്തുശാസ്ത്രി ചേർന്ന് അതുപോലെ തിയറി ക്ലാസ്സും ഉണ്ട്. മാസത്തിലൊരു തിയറി ക്ലാസ്സും വരും. അപ്പൊ ഈ പോയ വീടിനെ പറ്റി തന്നെ നമുക്ക് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും ആ വാസ്തുശാസ്ത്രി ക്ലാസ്സിൽ. ഇപ്പോൾ തന്നെ ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട് വാസ്തുശാസ്ത്രി. അപ്പൊ നിങ്ങൾ അഡ്വാൻസ് കോഴ്സ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അഡ്വാൻസ് കോഴ്സിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ അഡ്വാൻസ് കോഴ്സ് ചേർന്നവർക്കേ മറ്റേ ചേരാവുള്ളൂ. കാരണം അഡ്വാൻസ് പഠിക്കാതെ ശരിയാവില്ല. അപ്പൊ അഡ്വാൻസ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചാലും മതി. അഡ്വാൻസ് പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ അഡ്വാൻസ് കഴിഞ്ഞവർക്കോ മാത്രമാണ് നമുക്ക് ഈ കോഴ്സിൽ ചേരാൻ പറ്റുന്നത്. അതായത് വാസ്തുശാസ്ത്രി കോഴ്സിൽ ചേരാൻ പറ്റുന്നത്. ലാലുണ്ടോ? ലാൽ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ മാറ്റേ ഒരു സെക്കൻഡ്. ലാല് പോയോ ഉണ്ടോ? ഓക്കെ. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത അഡ്വാൻസ് കോഴ്സ് എന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ അടുത്ത അഡ്വാൻസ് കോഴ്സും വാസ്തുശാസ്ത്രി കോഴ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. ബേസിക് മാത്രം വെച്ചുകൊണ്ട് അത് പോകില്ല. ബേസിക് കഴിഞ്ഞ് അതിലൂടെ ചേരണം. അപ്പൊ അതിന്റെ പഠിത്തം കൂടെ ആകുമ്പോഴത്തേക്ക് അത് വേണ്ട 1 വർഷം വരെ എടുക്കും വാസ്തുശാസ്ത്രി കോഴ്സ്. അപ്പൊ ആ 1 വർഷം അതിനകം തന്നെ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എന്ന് തുടങ്ങും അടുത്ത വാസ്തു അഡ്വാൻസ് കോഴ്സും വാസ്തുശാസ്ത്രി കോഴ്സും ഒക്കെ എന്ന് തുടങ്ങുന്നുള്ളത് ഡയറക്ടറുമായിട്ട് ചോദിച്ചാൽ മതി. എനിക്ക് അതിന്റെ ടൈം അങ്ങനെ അറിയാം. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മള് ഫെങ്ഷുയി പഠിപ്പിച്ചപ്പോഴേ നമ്മൾ ക്വാ നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ?
കേട്ടില്ല. ഫെങ്ഷുയില് ക്വാ നമ്പർ ഓക്കെ. അത് നമ്മൾ ക്രിസ്തു വർഷമാണല്ലോ നോക്കുന്നത്. നമ്മുടെ ഏജ് പിന്നെ ക്രിസ്തു, അതായത് പിന്നെ ഇപ്പം 1950 ജനിച്ച ഒരാളാണെങ്കിൽ 3-ാം മാസം 10-ാം തീയതി ആണെങ്കിൽ 10/3/1950 അങ്ങനെ എടുക്കണം. അല്ലാതെ ഈ ക്രിസ്തു വർഷവും ചൈനീസ് വർഷവും തമ്മിൽ എത്ര വ്യത്യാസം? അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ 20 ദിവസം പിന്നെ ചൈനീസ് ഇംഗ്ലീഷ് കലണ്ടറിൽ 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതിയാണ് ചൈനീസ് കലണ്ടറിൽ 1-ാം തീയതി തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതിലെടുത്തിട്ട് ജനുവരി 1 മുതൽ ഫെബ്രുവരി 20 വരെയുള്ള ദിവസത്തിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ഈ നമ്മുടെ ജനനവർഷത്തിൽ നിന്ന് 1 കുറയ്ക്കണം, അല്ലെങ്കിൽ അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതിനു വേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത്, 1 കുറയ്ക്കുന്നത്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യും. മറ്റെന്തെങ്കിലും സംശയം? സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നൊരു കുറച്ച് നേരത്തെ 9:30 ആയുള്ളൂ, ഒരു നേരത്തെ നിർത്തുകയാണ്. അപ്പം ഇനി ഒരാഴ്ച നല്ല നോക്കിയിട്ട് അടുത്ത ക്ലാസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മെയില് ഏപ്രിലിലെ ക്ലാസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. മെയിലായിരിക്കും. മെയില് നിങ്ങൾക്ക് 3-4 ക്ലാസ് വരും. അപ്പൊ അതില് 2 ക്ലാസ് നമ്മള് പിന്നെ ഇതാണ് 2 ക്ലാസ് റിവിഷനാണ്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോടെ കഴിഞ്ഞ് പരീക്ഷ വരും. അപ്പൊ ഇന്ന് മിക്കവാറും ഒരു മാസത്തിനാവും നിങ്ങൾക്ക് എക്സാം ആവും. ഇതിപ്പം ഏപ്രിൽ എൻഡാണ്. അപ്പൊ മെയ് മാസം മിക്കവാറും പരീക്ഷ കാണും. ബാക്കി എന്തെങ്കിലും പരീക്ഷയുടെ ഡേറ്റ് അങ്ങനെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറക്ടർ TP ലാലിന്റെ ഫോൺ നമ്പർ ഉണ്ട്, അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വേറെ സംശയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇന്ന് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. സംശയം ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. ഓക്കെ, നമസ്കാരം. നമസ്കാരം.